എല്ലാ സാധുവർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു ധ്യാനകഥയിലൂടെ ഇന്നത്തെ സത്സംഗം നമുക്ക് ആരംഭിക്കാം. മനസ്സിനപ്പുറം എന്നതാണ് ധ്യാനകഥയുടെ പേര്. ഓരോ സാധകരും ഉത്തരത്തെ തേടുന്നവരാണ്. ആ ഉത്തരം നേടിയെടുക്കുന്നത് വരെയും അവരുടെ ഉള്ളിൽ ഒരു വ്യാകുലത നേടണം. എന്താണ് ഉത്തരം, ശരി കറക്റ്റായിട്ടുള്ള ഉത്തരം എന്താണ് എന്നറിയാനുള്ള ഒരു വ്യാകുലത ഉണ്ടാവും, അത് നേടുന്നതുവരെയും. അപ്പം അങ്ങനെ ഒരു സത്യാന്വേഷിയായിട്ടുള്ളൊരു സാധകൻ ആ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരു, എനിക്ക് എപ്പോഴാണ്, എങ്ങനെയാണ് എനിക്ക് ഉത്തരങ്ങൾ, എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുക? ഞാൻ ഇപ്പോഴും മനസ്സിൻ്റെ പിടിയിലാണ്. അപ്പം ധ്യാനഗുരു പറയും, മനസ്സ് ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് നീ ആദ്യം മനസ്സിലാക്കണം. അപ്പം ധ്യാന സാധകന് ഇത് കേട്ടിട്ട് ഒരു അതിശയം തോന്നി. മനസ്സ് എങ്ങനെ ഒരു തടസ്സമല്ലാതെയാവും? എല്ലാവരും പറയുന്നത് ആധ്യാത്മികയിലെ തടസ്സം മനസ്സാണെന്നാണ്. അപ്പം ഈ ഉത്തരവുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല സാധകൻ. അപ്പം ധ്യാന സാധകൻ വീണ്ടും ചോദിക്കുകയാണ്, അപ്പം എന്നിൽ ഈ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ, അതിനെന്താണ് കാരണം? മനസ്സല്ലേ? അപ്പം ധ്യാനഗുരു വീണ്ടും പറയും, അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ മുൻധാരണയോട് കൂടിയാണ് മനസ്സിനെ നിരാകരിക്കാൻ ശ്രമിക്കുന്നത്. മുൻധാരണയൊന്നുമില്ലാതെ നീ സ്വാഭാവികതയിൽ നിലനിന്നുകൊണ്ട് മനസ്സിനെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നീ മനസ്സിനപ്പുറം സഞ്ചരിക്കും. അങ്ങനെ മനസ്സിനപ്പുറം നിന്നുകൊണ്ട് നിനക്ക് മനസ്സിനെ നിരീക്ഷിച്ചുകൊണ്ട് ആ സ്വാഭാവികതയിൽ നിലനിൽക്കാൻ സാധിക്കുമ്പോഴാണ് നിനക്ക് ഈ തടസ്സങ്ങളൊന്നുമില്ല, അതെല്ലാം നിന്റെ തോന്നൽ മാത്രമായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ മനസ്സിനപ്പുറം സഞ്ചരിച്ച് ഒരു നിരീക്ഷകനായി തീരുക എന്നുള്ളതാണ് ഒരു സാധകൻ്റെ കടമയും അതിലേക്കാണ് എത്തിപ്പെടേണ്ടത്. ഈ ഒരു ധ്യാനകഥ അവധൂജി രചിച്ചത് നമ്മൾ ഓരോ സാധകരെയും മനനം ചെയ്തുകൊണ്ട് നമ്മളിലെ ആ നിരീക്ഷകനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. നിരീക്ഷകനെ ഉണർത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിനപ്പുറം നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളയാൻ സാധിക്കും. തള്ളിക്കളയലല്ല അവിടെ നടക്കുന്നത്, സ്വാഭാവികമായിട്ടുള്ളൊരു കൊഴിഞ്ഞു പോക്കാണ്. അങ്ങനെ എല്ലാ സാധകർക്കും ആ ഒരു നിരീക്ഷകനെ ഉണർത്തി തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്റർ കങ്ങരപ്പടിയിലാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഒരു മഹത് വ്യക്തിത്വം എന്തുകൊണ്ടും നമ്മൾ മീ ടു മീ മെഡിറ്റേഷൻ ചാനലിലെ സാധകർക്ക് ഒരു വഴികാട്ടി തന്നെയാണ്. കാരണം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ജീവനാഡിയായിട്ടുള്ള ശ്രീ ജിദ്ദു കൃഷ്ണമൂർത്തിജിയുടെ ആശയങ്ങളെ, ആദർശങ്ങളെ തൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന ഒരു മഹാത്മാവാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം അഡ്വക്കേറ്റാണ്, എറണാകുളം ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് സി ഹരികുമാർ എന്നാണ്. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്തേ. കൃഷ്ണമൂർത്തിജിയുടെ ആ ഒരു ആശയത്തിൽ കോൺസെപ്റ്റ് ഓഫ് ടൈം എന്താണോ എന്ന് വിശദീകരിക്കാമോ? കൃഷ്ണാജി, ഞങ്ങൾ കൃഷ്ണാജി അല്ലെങ്കിൽ കെ എന്ന് റെഫർ ചെയ്യുന്നു. നിങ്ങളുടെ വീക്ക്ലി ഡയലോഗ്സിലും എല്ലായിടത്തും അങ്ങനെയാണ് അദ്ദേഹത്തിനെ പൊതുവെ റെഫർ ചെയ്യാറ്. വളരെ ആർഡൻ്റായിട്ടുള്ള ഫോളോവേഴ്സ് കെ എന്നേ പറയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ ടീച്ചിങ്സ് തന്നിരിക്കുന്നു എല്ലാം എന്നല്ലാതെ അതിന് യാതൊരു കർത്തൃത്വവും അതോറിറ്റി ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ പാഠം തന്നെ ഐ ആം നോട്ട് എ
അതോറിറ്റി ഫോർ എനിത്തിങ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയും, ഏറ്റവും ഉറപ്പായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹം ചിലപ്പോൾ ചോദിക്കും, പ്ലീസ് ക്വസ്റ്റ്യൻ മീ. അദ്ദേഹം വളരെ ഉറപ്പായിട്ട് അദ്ദേഹം ബോധ്യത്തോട് പറയുമ്പോഴും, എത്ര കണ്ട് ബോധ്യത്തിൽ പറയുമ്പോഴും അദ്ദേഹം സാധാരണ അത്ര അങ്ങനെ വലിയ ഉറച്ച് പറയാറില്ല. കാരണം ഒരു ഒരു അധ്യാപകനെ പോലെ ഒരേ ടോണിൽ, ഞാനൊക്കെ ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വീഡിയോയിൽ കേൾക്കുമ്പോൾ, വീഡിയോയിലാണ് കാണാൻ കഴിഞ്ഞത്, അദ്ദേഹം 1986 മരിച്ചുപോയി. അപ്പോൾ അന്ന് എനിക്കത് ടി വിയിൽ, ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു, അന്ന് അത് കാണാനുള്ള ഭാഗ്യമുണ്ട്. അന്ന് മുതൽ ഞാൻ 2010 വീണ്ടും ഞാൻ നീണ്ട പ്രഭാഷണങ്ങളൊക്കെ ഇവിടെ ഞങ്ങളുടെ വീക്ക്ലി മീറ്റിംഗ്സ് തിയോസോഫിക്കൽ സൊസൈറ്റിയിൽ വെച്ച് അന്ന് ബുധനാഴ്ച നടപ്പുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് 2012 തോന്നുന്നു കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ, അടയാറിലുള്ള ഫൗണ്ടേഷൻ ഒരു നടത്തി. ഞാനിതൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് തന്നെ പലപ്പോഴും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്ന കാര്യങ്ങൾ പോലും, അപ്പോൾ യൂഷ്വലി ഇറ്റ് ഈസ് ലൈക്ക് വളരെ മൊണോട്ടണസ് എന്ന് തോന്നിക്കാവുന്ന രീതിയിൽ അതിൽ യാതൊരു ചിന്മയാൻ സ്വാമിയുടെ ഒക്കെ പോലൊരു ഒറേറ്ററി ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് വളരെ ഇതായിട്ട് പറയുകയുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ആർ യു വിത്ത് മീ, നമ്മൾ ഒരുമിച്ചല്ലേ? കാരണം അദ്ദേഹം പറയുന്നത് ഒരു കമ്മ്യൂണിയൻ എന്നാണ് പറയുന്നത്, ഒരു ഡയലോഗിലൂടെ. അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന, അദ്ദേഹം ഇരുന്ന് ഉള്ള എല്ലാവരും തമ്മിലുള്ള ആ സംഭാഷണത്തിലൂടെയാണ് അദ്ദേഹം. കാരണം ഈ മുറി വിട്ടു പോകുമ്പോൾ നിങ്ങൾ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിലുള്ള ആ കാലുഷ്യങ്ങളെ മാറ്റി അങ്ങ് പുറത്തു പോവുക. അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഒരു കണ്ണാടി പോലെ നമ്മുടെ മുമ്പിൽ വെച്ച് തരികയാണ്. കണ്ണാടിയുടെ പ്രത്യേകത മറ്റൊന്നുമല്ല, കണ്ണാടി എന്ന് പറയുമ്പോൾ ഡിസ്റ്റോർഷൻസിന് യാതൊരു സാധ്യതയില്ല. എങ്ങനെ ഉണ്ടോ, നമ്മൾ എങ്ങനെയാണോ അതേപോലെ തന്നെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഒരു കണ്ണാടി എന്ന് പറയുന്നത്. അപ്പോൾ വേറെ യാതൊരു ഇല്യൂഷൻസിനോ ഡിസ്റ്റോർഷൻസിനോ അദ്ദേഹം യാതൊരു സ്പേസും കൊടുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ആ ഉറപ്പായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹം പറയുന്നത്, പ്ലീസ് ക്വസ്റ്റ്യൻ മീ, ആം ഐ മാഡ് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് അത്ര ഉറപ്പിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്യൂ, നിങ്ങളുടെ ജീവിതമാണിത്. അപ്പോൾ ഈ ആദ്യമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഇതായിട്ട് തോന്നും. അപ്പോൾ ഫോളോ ചെയ്യാൻ അപ്പോൾ വേണ്ടത് ഒരു കൃഷ്ണമൂർത്തിയുടെ ഗ്രാമറാണ് എനിക്ക് കുറേ കാലം ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃഷ്ണമൂർത്തിയെ വായിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം മരിച്ച സമയത്ത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നു. അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു, 12th +2. അപ്പോൾ അന്ന് വീട്ടിൽ ടി വി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ അച്ഛൻ വിദേശത്ത് വർക്ക് ചെയ്തപ്പോൾ അന്ന് ആദ്യമായിട്ട് ടി വി വന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ടി വിയിൽ കണ്ടു ഒരു ഇന്ത്യൻ സന്യാസി അമേരിക്കയിൽ വിട പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ച് നിന്നപ്പോൾ ഒരു ജുബയും നെഹ്റു ജാക്കറ്റും ഒക്കെ ഇട്ട ഒരാൾ ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ എനിക്കൊരു ഇന്ത്യൻ സന്യാസി എന്ന് പോലും എൻ്റെ ഒരു കൺസെപ്റ്റുള്ള ഒരു ഇന്ത്യൻ സന്യാസി ആയിരുന്നില്ല. ആ വീക്കെൻഡിൽ പുപ്പുൽ ജയകർ എഴുതിയ ജിതു കൃഷ്ണമൂർത്തി എന്ന അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി പുറത്തു വന്നു. അപ്പോൾ അതിൽ കുറേ ഭാഗങ്ങൾ അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു വീട്ടിൽ വരുത്തി. അതിൻ്റെ സൺഡേ മാഗസിൻ്റെ കൂടെ ആ പുസ്തകത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ ഈ പുപ്പുൽ ജയകറുടെ അമ്മ മരിക്കുന്നതും, അമ്മയല്ല, അച്ഛൻ മരിക്കുന്നത്, അതിനുശേഷം അമ്മ ഡിപ്രഷനിൽ പോകുന്നതും, അതിനുശേഷം ഇദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കരസ്പർശം ഏറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ ഫീലിംഗ് ഓഫ് യുവർ ഹസ്ബൻഡ്, അബൌട്ട് യുവർ ഹസ്ബൻഡ്. നിങ്ങൾക്ക് ഏത് ഹസ്ബൻഡിനെയാണ് നിങ്ങളിപ്പോൾ മിസ് ചെയ്യുന്നത്? ഞാൻ ഇന്നും ഓർക്കുകയാണ് ആ വായിച്ചത്, കാരണം ദാറ്റ് വാസ് വാട്ട് ഐ റെഡ് അബൌട്ട് ഹിം ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ നിങ്ങളുടെ യൗവനയുക്തനായ, കല്യാണം കഴിച്ചപ്പോഴുള്ള യുവാവായ ഭർത്താവിനെയാണോ, അതോ രോഗഗ്രസ്തനായി കിടന്ന ആളെയാണോ നിങ്ങൾ മിസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ആ സംഭാഷണം കഴിഞ്ഞപ്പോൾ പിന്നീട് പുപ്പുൽ ജയകർക്ക് അമ്മയ്ക്ക് പിന്നെ ഡിപ്രഷൻ ഉണ്ടായിട്ടേ ഇല്ല. പുപ്പുൽ ജയകർ വളരെ ഒരു ഫോളോവറായി മാറി. പ്രൈം മിനിസ്റ്റർ മിസസ് ഗാന്ധിയുടെ വലം കൈയായിരുന്നു പുപ്പുൽ ജയകർ.
അപ്പോൾ വിപുൽ ജയകറിൻ്റെ ഇതിൽ സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫ്ലുവൻസിൽ ഈ അടിയന്തരാവസ്ഥ തന്നെ പിൻവലിക്കുന്നതിന് തലേദിവസം മിസസ് ഗാന്ധിയും കൃഷ്ണമൂർത്തിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും പിറ്റേ ദിവസമാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കാനുള്ള തീരുമാനം മിസസ് ഗാന്ധി എടുത്തതെന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ അരുൺ ഷോറിയുടെ ഇതിലും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. മകനിപ്പോൾ 60 വയസ്സോളം ഉണ്ട്. അരവിന്ദ് എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം സെറിബ്രൽ പാൾസി വീൽ ചെയറിൽ നടക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ എല്ലായിടത്തും ഇങ്ങനെ വയ്യാത്ത കുട്ടി എന്നുള്ള രീതിയിൽ ഇദ്ദേഹം എല്ലാ സ്വാമിമാരുടെ അടുത്തും എല്ലായിടത്തും പോകുമായിരുന്നു. ഇങ്ങനെ കൃഷ്ണമൂർത്തിയെ എടുത്ത് എപ്പോഴും പോകും. അപ്പോൾ പറയും, നിങ്ങൾ ഭാര്യയെ കൊണ്ടുവരണം. അപ്പോൾ അദ്ദേഹം പറയും, അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം. അപ്പോൾ ഭാര്യ അനിത എന്നാണ് അരുൺ ഷോറിയുടെ. അരുൺ ഷോറിയുടെ പുതിയ പുസ്തകമാണ് 2 മഹാത്മാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് രമണ മഹർഷിയെയും ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് എഴുതിയിട്ടുള്ള ബുക്ക്. അദ്ദേഹം മറ്റൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ കഥയാണിത്. അപ്പോൾ അദ്ദേഹം 4 പ്രാവശ്യം വന്നപ്പോൾ കൃഷ്ണമൂർത്തി പറഞ്ഞു, അനിത എന്നാണ് വൈഫിൻ്റെ പേര്. അനിതയെ ഇനി കൃഷ്ണമൂർത്തി പേരൊന്നും ഉപയോഗിക്കില്ല. വൈഫിനെ കൊണ്ടുവരാതെ വരരുത്, ഇനി വരണ്ട, എല്ലാ തവണയും വരക്കൂടെ, അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് പറഞ്ഞ് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിനെ കൊണ്ടുവരാതെ വരണ്ട. അരുൺ ഷോറിയുടെ പല ബുക്കും വായിക്കുമ്പോൾ അനിത ഇതിൻ്റെ വലിയൊരു കാരണം ഒരു ബുക്ക് വാട്ട് ഈസ് എയിലിംഗ് അവർ കോർട്ട്സ് ആൻഡ് വാട്ട് വി ക്യാൻ ഡു അബൌട്ട് ദം എന്നുള്ളതാണ്. കോടതികളെക്കുറിച്ചൊരു നിശ്ചിത വിമർശനം എഴുതിയിരുന്നു. അതിലെ മുഖ്യ കഥാപാത്രം അനിതയാണ്. അപ്പോൾ അനിത എന്നുള്ള പേര് കൃഷ്ണമൂർത്തി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല ആരുടെയും പേര്. പക്ഷേ എൻ്റെ മനസ്സിൽ അതിങ്ങനെ വരുന്നതാണ്. അരുൺ ഷോറിയുടെ എഴുത്തിൻ്റെ ഒരു ഭംഗിയാണത്. അപ്പോൾ അത് കയ്യിൽ പിടിച്ചിട്ട് അപ്പോൾ പറയാം, അടുത്ത പ്രാവശ്യം വരികയാണെങ്കിൽ വനിതയായിട്ട് ഭാര്യയായിട്ട് വന്നാൽ മതി, ഇല്ലെങ്കിൽ വരണ്ട എന്ന് പറയുന്നു. അങ്ങനെ അത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹം ഭാര്യയായിട്ട് വരുന്നു. അവർ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അവർ ഇത്തിരി റാഷണലിസ്റ്റാണ്. അവരങ്ങനെ പ്രത്യേകിച്ച് മാത്രമല്ല, ഇദ്ദേഹം എല്ലായിടത്തും പോവും, സ്വാമിമാരുടെ അടുത്തൊക്കെ പോകും. അവർക്ക് അതിലൊന്നും വലിയ താല്പര്യം ഉള്ള കൂട്ടത്തിലല്ല. അവരവരുടെ മകന് വേണ്ടി ഒരു ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. അങ്ങനെ അടുത്ത് വന്നിരിക്കാൻ പറയും, ഇവിടെ അടുത്തിരിക്കാൻ പറയും. അനിതോട് ദൂരെ പോയി ആ മൂലയ്ക്ക് പോയി അരുൺ ഷോറോട് ഇരിക്കാൻ പറയും. എന്നിട്ട് ചോദിക്കും, അവരുടെ കൈ പിടിച്ച് ചോദിക്കും, മാഡം, വാട്ട് ഈസ് യുവർ ഫീലിംഗ് അബൌട്ട് യുവർ ചൈൽഡ്? അപ്പോൾ അവർ പറയും, ഹീസ് ഗുഡ്, ഹീസ് ഇൻ്റലിജൻറ്റ്, ഹീസ് വെരി ലവിങ്. വാട്ട് ഈസ് യുവർ ഫീലിംഗ് അബൌട്ട് യുവർ ചൈൽഡ് മാഡം എന്ന് വീണ്ടും പറയും. അവർ വീണ്ടും കുറേ എക്സ്പ്ലസിറ്റീവ്സ് ഉപയോഗിക്കും. അങ്ങനെ അമർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഫീലിങ്സ് മാഡം, ഐ വാണ്ട് യുവർ ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അവർ പൊട്ടിക്കരയും. അരുൺ ഷോറി ജീവിതത്തിൽ ഭാര്യ അങ്ങനെ കരയണം കണ്ടിട്ടില്ല, ഒരു കണ്ണീരേ കണ്ടിട്ടില്ല. അപ്പം അദ്ദേഹം എഴുതുന്നു, അത് ഷോറിയുടെ ബ്യൂട്ടിഫുൾ എഴുത്താന്ന് വെച്ചാൽ, ഒരു മിസൈൽ വന്ന് ഒരു അണക്കെട്ടിൽ പതിച്ചാൽ എങ്ങനെയായിരിക്കുമോ വെള്ളം ചീറ്റി വരുന്നത്, അതുപോലെയാണ് അനിതയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നത്. അപ്പോഴാണ് ഒരു മാതൃഹൃദയം അത്രയും നാളും എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം അത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഭാര്യ ഭയങ്കര റാഷണലിസ്റ്റാണ്, ഞാനാണ് മകന് വേണ്ടി വേദനിക്കുന്നത്. പക്ഷെ ഒരു മാതൃഹൃദയം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ആ നിമിഷത്തിലാണെന്ന് അരുൺ ഷോറി എഴുതുന്നു. അപ്പോൾ കൃഷ്ണമൂർത്തി പറയുന്ന വാക്കുകളാണ്, ഹി ഡസൻ നോ എ മദേഴ്സ് ഹാർട്ട് എന്ന് കൃഷ്ണമൂർത്തി. ഹി ഡസ് നോട്ട് നോ എ മദേഴ്സ് ഹാർട്ട് എന്ന് അനിതോട് അരുൺ ഷോറിയോടും പറയുന്നു. അത് അദ്ദേഹം 2011-12 എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് ഹീ ഹൂ നോസ്, HE ക്യാപിറ്റലിൽ, ഹീ ഹൂ നോസ് എ മദേഴ്സ് ഹാർട്ട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ പറഞ്ഞൊരു വാചകത്തിൽ നിന്ന് ഹീ എന്ന് പറയുമ്പോൾ റിയാലിറ്റി, അൾട്ടിമേറ്റ് റിയാലിറ്റി, ഗോഡ് എന്ന് തന്നെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ HE, ഹീ ഹൂ നോസ് എ മദേഴ്സ് ഹാർട്ട് എന്ന ബുക്ക് എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ലൊരു പുസ്തകമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കൃഷ്ണമൂർത്തിയിലെ അങ്ങനെ വന്നെങ്കിലും പിന്നീട് ഞങ്ങൾ പല ഇതിൽ പോയി, കോളേജ് ജീവാണ്, ലോ കോളേജ് ലൈഫാണ്. അവിടെയൊന്നും ഒട്ടും കൃഷ്ണമൂർത്തിക്കും
ഒരു ഇൻ്റലക്ച്വൽ ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയറൊന്നും അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ എനിക്ക് തോന്നുന്നു ഈ കുറേ അന്ന് മുതൽ ഞാൻ കൃഷ്ണമൂർത്തിയെ വായിക്കുന്നുണ്ടെങ്കിലും ഒരു സീരിയസ് റീഡിങ്ങിലേക്ക് വന്നത് എത്ര കണ്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ എത്ര കണ്ട് പകർത്താനായി എന്നൊക്കെ എനിക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിലും ആ ഒരു സീരിയസ് റീഡർ എന്നുള്ള രീതിയിൽ വായിക്കാൻ തുടങ്ങിയത് ഞങ്ങളിവിടെ ഈ ഡോക്ടർ അജിത് കുമാറും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഉള്ള ആ ഗ്രൂപ്പിൽ വായിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ സുഹൃത്തുക്കളും എല്ലാം എൻ്റെ കൂടെ അവിടെ വീക്കിലി അപ്പം ബേസിക്കലി വേണ്ട ഒരു കാര്യം അതിൽ കൃഷ്ണമൂർത്തിയുടെ ഒരു ഗ്രാമർ മനസ്സിലാക്കാൻ എനിക്ക് വൈകിപ്പോയി. അന്ന് എനിക്ക് കിട്ടിയത് അതിൽ നിന്നാണ്, ആ ഒരു മ്യൂച്വൽ റീഡിങ്ങിൽ നിന്നാണ് ആ ഒരു ഗ്രാമർ കിട്ടുക. അതിൽ ഒരു വലിയൊരു കൺസെപ്റ്റാണ് ഈ ടൈം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, ആ കൺസെപ്റ്റ് ഓഫ് ടൈം. അതുകൊണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ചില കാര്യങ്ങൾ അങ്ങനെ കൃഷ്ണമൂർത്തി പറയുന്ന ചില കാര്യങ്ങൾ വളരെ ഒബ്സർവ് ആൻഡ് ദി ഒബ്സർവ്ഡ് അല്ലെങ്കിൽ ടൈം എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ രണ്ട് ടൈം അദ്ദേഹം ഉദ്ദേശിക്കുന്നു. ക്രോണോളജിക്കൽ ടൈം നമ്മൾ ഇപ്പം ഇന്നത്തെ ഈ ഇൻ്റർവ്യൂ തന്നെ കഴിയാനും ഇവിടെ വരാനൊരു സമയമുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ നടക്കണം, അതെല്ലാം ക്രോണോളജിക്കൽ ടൈമിലൂടെ തന്നെ പോകുന്നുള്ളൂ. പക്ഷേ സൈക്കോളജിക്കൽ ടൈം എന്ന് പറഞ്ഞ ടൈമാണ് കൃഷ്ണമൂർത്തി ടൈം എന്ന് പറഞ്ഞ ഉദ്ദേശം. അത് അദ്ദേഹം തോട്ട് തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ. സൈക്കോളജിക്കൽ ടൈം എന്ന് പറഞ്ഞാൽ തോട്ട് തന്നെയാണ്. ആ തോട്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹർട്ടൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണ്. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ഹർട്ട് നമ്മുടെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിലൊരു സ്കാർ പതിയാനായിട്ട് ഇടവരുന്നു. അതായത് നമ്മൾ അവെയറല്ല, ആ ഹർട്ട് നമ്മൾ തന്നെയാണ് അതിനുള്ള കാരണക്കാരെന്ന് കൃഷ്ണമൂർത്തി പല ഉദാഹരണങ്ങളിലൂടെ കാണിച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ ബാലസുന്ദറുണ്ട്, ഋഷി വാലിയിലെ പ്രിൻസിപ്പളും ഡയറക്ടറൊക്കെ ആയിരുന്നു അദ്ദേഹം വന്നപ്പോൾ കൃഷ്ണമൂർത്തി വന്നൊരു സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ സ്കൂളൊക്കെ നന്നായിട്ട് പോകുന്നു. കൃഷ്ണമൂർത്തി പറഞ്ഞു, ഞാനിവിടെ ഫ്ലവറിംഗ് ഒന്നും കാണുന്നില്ല. കൃഷ്ണമൂർത്തിയുടെ ഒരു എക്സ്പെരിമെൻറ്റേഷൻ, കൃഷ്ണമൂർത്തിയുടെ പ്രാക്ടിക്കൽ തിയറി ആയിട്ട് അദ്ദേഹം ഒന്നും തന്നെ പറയുന്നില്ല, എല്ലാം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അധികവും പറയുന്നത്. കാരണം പറയുന്നത് നമ്മളത് ഫോളോ ചെയ്യുമ്പോൾ നമുക്കറിയാം തിയറിറ്റിക്കൽ ആസ്പെക്റ്റ് വളരെ കുറവാണ്. എല്ലാം നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ട നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മളോട് ചോദിക്കുകയും ചോദ്യങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞാൽ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുകയും നമ്മളോട് തന്നെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് സ്വാംശീകരിച്ച് ഒരു ആപ്ലിക്കേഷൻ വരികയും ചെയ്യുമ്പോൾ മാത്രം. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഈ റീഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ആഴ്ചയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ആർ യു വിത്ത് മീ എന്ന് ചോദിക്കും. ചില ഭാഗങ്ങൾ വരുമ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ മാത്രമാണ്, കൃഷ്ണമൂർത്തിക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പം മാത്രമേ ഉള്ളൂ യഥാർത്ഥം. മറ്റത് മുഴുവൻ കഴിഞ്ഞു പോയതോ നാളെ വരാനിരിക്കുന്നതോ. അതിൽ പല കാര്യങ്ങളും ഇൻ്റർവ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം മാത്രമാണ് അതിനുള്ളൊരു അവസരമുള്ളൂ. ആ സമയത്ത് ഞാൻ വീട്ടിൽ പോയി ചെയ്യാം എന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഞങ്ങൾ കോടതിയിലൊക്കെ പറയുകയാണെങ്കിൽ ജഡ്ജിമാരും മനുഷ്യരും എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും മാറ്റിവെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ഇങ്ങനെ എപ്പോഴും നമുക്ക് മാറ്റിവെക്കാനാണ് ഒരു കൂടുതൽ പെർഫെക്ഷനിസം കാരണമോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മൾ ആ തീരുമാനം വൈകിപ്പിക്കുക എന്നൊരു ഹ്യൂമൻ ടെൻഡൻസി ഉണ്ട്. അത് ഏറ്റവും അധികം ഞാൻ കാണുന്നത് ഞങ്ങളുടെ പ്രൊഫഷനിൽ തന്നെയാണ്. അഭിഭാഷകരാണെങ്കിൽ അഡ്ജേൺമെൻറ്റ് ചോദിക്കും, ജഡ്ജസ് ആണെങ്കിലും എന്താ പറയുക, അതിലൊരു പാസീവ് വെർച്യൂ എന്ന് പറയും, സമയമായിട്ടില്ല റെക്കോർഡ്സ് വരട്ടെ. അത് കോർട്ടിൻ്റെ ഒരു പാസീവ് വെർച്യൂ ആയിട്ടാണ് ഞാൻ പറയുന്നത്, അതൊരു കുറ്റമായിട്ടല്ല. അപ്പോൾ ആ ഒരു ഇത് വന്ന് ആ ഒരു
ആ നീട്ടി വയ്ക്കൽ കൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ ആ നീട്ടി വയ്ക്കൽ കൊണ്ട് പല കാര്യങ്ങളും അതിൽ ഇടപഴകാനും മറ്റ് പ്രഷേഴ്സൊക്കെ വരാനും ഇന്ന് നമുക്ക് സംഭാവ്യമായ ഒരു കാര്യം സംഭാവ്യമല്ലാത്ത രീതിയിൽ സംഭവിക്കാനൊക്കെ ഇടയുണ്ട്. അപ്പോൾ കൃഷ്ണമൂർത്തിക്ക് ആ വാസ്തവം എന്ന് പറഞ്ഞാൽ ഇപ്പം മാത്രമാണ്, അത് നൗവിൽ മാത്രമാണ് അത് നടക്കുന്നത്. അപ്പോൾ കൃഷ്ണമൂർത്തി പലപ്പോഴും അത് ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കുക, ലേണിംഗ് ആൻഡ് ആക്ടിങ് എന്നുള്ളതല്ല. അതായത് ടൈം എടുത്ത് ലേൺ ചെയ്യുക. ഞാനൊരു നല്ല അഭിഭാഷകനാവാൻ വേണ്ടി ഞാനൊരു സീനിയറിൻ്റെ കൂടെ നിന്നു, ലേൺ ചെയ്തു. എന്നിട്ട് ആ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ ഒരു കേസ് വരുമ്പോൾ ഞാൻ കേസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ കക്ഷിയായിട്ട് സംസാരിക്കാൻ പഠിക്കുന്നു, ഡ്രാഫ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു, ജഡ്ജിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കുന്നു. ഇതെല്ലാം ലേണിംഗ് ആൻഡ് ദെൻ ആക്ടിംഗ് ആണ്. കൃഷ്ണമൂർത്തിയുടെ ലേണിംഗ് ആൻഡ് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഒരുമിച്ച് സംഭവിക്കേണ്ട ലേണിംഗ് ആൻഡ് ദെൻ ആക്ടിംഗ് അല്ല, അത് ലേണിംഗ് ആക്ഷൻ ലേണിങ്ങിൽ തന്നെയാണ്. അത് കൃഷ്ണമൂർത്തിയുടെ ആക്ഷൻ എന്ന പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് അതിൻ്റെ പരാമർശങ്ങളുണ്ട്. അതായത് ആ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആ ആക്ഷനിൽ തന്നെയാണ്. അപ്പം ഞങ്ങളുടെ വായനയിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളിലേക്ക് നോക്കാനുള്ളൊരു അവസരം വരുന്നതും അപ്പം തന്നെയാണ് ഞങ്ങളത് നോക്കാനുള്ളൊരു അവസരവും. അതുകൊണ്ട് ഞങ്ങളവിടെ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ ഫോണൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, എല്ലാവരും ഒന്നും പറയുന്നില്ല, ഞങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും. എന്നിട്ട് മറ്റെല്ലാവരോടും പറയും സ്വിച്ച് ഓഫ് ആക്കി വെക്കും. എന്നിട്ട് അത്രയും 1.5 മണിക്കൂറാണ് ഞങ്ങൾ ആഴ്ചയിൽ ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ആരും മറ്റൊരു ഡിസ്ട്രാക്ഷനിലേക്ക് പോയി, കാരണം ഒരു ഫോൺ വന്നാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വേണ്ട ഞാൻ 10 മിനിറ്റ് ലേറ്റായിട്ട് ചെന്നാൽ പോലും അവിടെ ആ എന്താണ് അവിടെ ഒരു 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 തോട്ട് അവിടെ അന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ആ ഒരു പോർഷൻ ഞങ്ങളവിടെ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് കൊടുത്ത് വായിച്ച് 3 ബേസിക് പ്രൈമർ പുസ്തകങ്ങളെക്കുറിച്ചും പറയുന്നത് ഈ സമയത്ത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ 3 പ്രൈമർ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ അൺഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വായിക്കാവുന്ന 3 പുസ്തകങ്ങളാണ്. ഒന്ന് ഫ്രീഡം ഫ്രം ദ നോൺ, അറിഞ്ഞതിൽ നിന്നുള്ള മോചനം എന്നൊരു മലയാളത്തിൽ അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഫ്രീഡം, ഓഷോ ഒക്കെ ബെസ്റ്റ് 10 ബുക്കുകൾ എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഫ്രീഡം ഫ്രം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഫ്രീഡമാണ്. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ ഒരു 10 പുസ്തകങ്ങളിൽ ഒരു പുസ്തകം ഫ്രീഡം ഫ്രം ദ നോൺ ആണ്. അതിൽ അവതാരിക എഴുതിയിട്ടുള്ളത് ആൾഡക്സ് ഹക്സ്ലിയാണ്. ബ്രേവ് ന്യൂ വേൾഡ് ഒക്കെ എഴുതിയ ആൾഡക്സ് ഹക്സ്ലിയാണ്. അദ്ദേഹമാണ് പിന്നീട് ഈ കൃഷ്ണമൂർത്തി ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്ന കണ്ടിട്ട് കൃഷ്ണമൂർത്തിയോട് എഴുതാനായിട്ട് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് 3 പുസ്തകങ്ങൾ എഴുതി. കമൻട്രീസ് ഓൺ ലിവിങ് 1, 2, 3. അതുകൂടാതെ കൃഷ്ണമൂർത്തീസ് ജേണൽ, കൃഷ്ണമൂർത്തീസ് നോട്ട്ബുക്ക്, കൃഷ്ണമൂർത്തി ടു ഹിംസെൽഫ്, ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയതായിട്ട് ഈ കമൻട്രീസ് ഓൺ ലിവിങ് അല്ലാതെ കൊണ്ടും ഉണ്ട്. കൃഷ്ണമൂർത്തീസ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് ഞങ്ങളുടെ അവിടെ ചർച്ചയിൽ വരാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രോസസ്സും അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കലായിട്ട് അദ്ദേഹത്തിൻ്റെ അവസാനം വരെ അദ്ദേഹത്തിന് ഒരു ഫിസിക്കലായിട്ട് ചില ചേഞ്ചസ് വരുമായിരുന്നു. അത് അദ്ദേഹം വലിയ കാര്യമായിട്ടൊരു ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുത്തില്ലെന്ന് അലൻ ഡബ്ല്യു ആൻഡേഴ്സൺ എന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും തിയോളജിയിൽ ഡോക്ടറേറ്റുള്ള അലൻ ഡബ്ല്യു ആൻഡേഴ്സൺ, അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ. അദ്ദേഹം ഈ ആൾഡക്സ് ഹക്സ്ലിയെ പോലെ തന്നെ ഡേവിഡ് ബോമിനെ പോലെ തന്നെ, ഡേവിഡ് ബോം നോബൽ ലോറിയറ്റായ ഐൻസ്റ്റൈൻ്റെ സുഹൃത്തും ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സുഹൃത്തും നോബൽ പ്രൈസിന് പരിഗണിക്കപ്പെട്ട ആളും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഡോക്ടർ ECG സുദർശൻ്റെയും അടുത്ത സുഹൃത്തുമാണ് ഡോക്ടർ ഡേവിഡ് ബോം. സുദർശൻ സാറും അവിടെ ഇവരെല്ലാവരും സയൻസും സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ള കുറേ ബുക്കുകളുണ്ട്. എൻഡിങ് ഓഫ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ചർച്ചകളാണ്, അതായത് സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ്, അങ്ങനെ കുറേ ബുക്കുകളുണ്ട്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ബുക്ക് ബിയോണ്ട് വയലൻസ്. ഈ 3 ബുക്കുകളാണ് ഒരു തുടക്കക്കാർക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്ത ടോക്സാണത് വായിക്കാവുന്നത്. പിന്നെ കുറേയും കൂടെ
ഉള്ള പുസ്തകങ്ങളുണ്ട്. ഇതാണ് ഞങ്ങൾ കൂടുതൽ അവിടെ ചർച്ച ചെയ്യുന്നുള്ളത്. പിന്നെ തീം ബുക്സ് ഉണ്ട്, ഓൺ റിലേഷൻഷിപ്പ്, ഓൺ ഫിയർ, ഓൺ ഗോഡ്, അങ്ങനെ തീം ബുക്സ് ഒരു ഇദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന് തീംസ് എടുത്ത് അത് ക്രോഡീകരിച്ച്, പിന്നെ വർക്ക്സ് എല്ലാം കൂടെയുള്ള ഇതുണ്ട്. അത് എനിക്കൊരു കളക്ഷനുണ്ട്. ഫസ്റ്റ് അതിൻ്റെ പേര് ദി കളക്റ്റഡ് വർക്ക്സ് എന്നാണ്. കംപ്ലീറ്റ് വർക്ക്സ് എന്നല്ല, കളക്റ്റഡ് വർക്ക്സ് എന്നാണ്. അത് 17 വോള്യൂമുണ്ട്. അത് കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ അമേരിക്കയാണ് ഇറക്കിയിരിക്കുന്നത്. അത് അതൊരു എനിക്ക് തോന്നുന്നു 17 വോള്യൂമിൽ 60 വർഷക്കാലം അദ്ദേഹം ചെയ്ത പ്രഭാഷണങ്ങളാണ് അധികവും അതിലുള്ള. റൈറ്റിങ്സ് അതിലില്ല. വളരെ പ്രൊലിഫിക് പ്രഭാഷകൻ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ത്രൂ ഔട്ട് ലൈഫ് പ്രഭാഷണങ്ങളാണ് അധികമുള്ളത്. അപ്പോൾ ഈ ടൈമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാലും ഇതാണ് ആ ടൈം. അതുപോലെ നമ്മൾ ഈ ഹർട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഡോക്ടർ ബാലസുന്ദർ വന്നപ്പോൾ കൃഷ്ണമൂർത്തി എല്ലാ വർഷവും ഒഹായോയിലായിരുന്നു, അവിടെ സ്കൂളിലായിരുന്നു, അവിടെയാണ് താമസിച്ചിരുന്നത്. റോക്ക്വുഡ് പാർക്കിലും ഇന്ത്യയിലും സ്കൂൾസ് ഉണ്ടായിരുന്നു. ഋഷി വാലി സ്കൂള്, ദ സ്കൂൾ അടയാറാണ്. അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ കൃഷ്ണമൂർത്തി തൻ്റെ ആശയങ്ങൾ, കോമ്പറ്റീഷൻ ഇല്ലാത്ത വിദ്യാഭ്യാസം, എങ്ങനെ കുട്ടികളെ കോമ്പറ്റീഷൻ ഇല്ലാതെ ആധുനിക ലോകത്തിൽ ഫേസ് ചെയ്യാൻ പ്രാപ്തരാക്കുന്ന, അവരവരുടെ ടേസ്റ്റും ഫാക്ച്വലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ മുന്നേറാൻ കഴിയുമെന്ന് വിദ്യാർത്ഥികളെ, എന്ന് വെച്ചാൽ ഫിയറാണ് കൃഷ്ണമൂർത്തി കണ്ടിരുന്ന ഒരു എഡ്യൂക്കേഷനുള്ള ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. ആ ഫിയർ എന്നുള്ള ഒരു ആസ്പെക്റ്റ് ഇല്ലാതെ കുട്ടികളെ എങ്ങനെ ട്രെയിൻ ചെയ്യാമെന്നുള്ളതാണ് കൃഷ്ണമൂർത്തി സ്കൂൾസിലുള്ള. കോമ്പറ്റീഷൻ ഇല്ലാതെ, കരിയറിസ്റ്റുകളല്ലാതെ തന്നെ അവർക്ക് വേണ്ട അവരവരുടേതായിട്ടുള്ള ടാലൻറ്റുകളെ മനസ്സിലാക്കി, അതും അധ്യാപകരുടെ ഒരു ഡ്യൂട്ടിയാണ്, അത് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്നുള്ള, അപ്പോൾ ഈ സ്കൂളുകളിലൂടെ ഇത് നടപ്പിലാക്കി. അപ്പോൾ അദ്ദേഹം ഋഷി വാലി വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂൾസാണ് ഇപ്പോഴും ഇന്ത്യയിൽ. അപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോലും ഒരു നിയമ അധ്യാപകൻ എന്നോട് പറഞ്ഞു, ഞാൻ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജുഡീഷ്യൽ സയൻസസ് കൽക്കട്ടയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ വരുമായിരുന്നു, വളരെയധികം നല്ല കുട്ടികളാണവർ എന്ന് എന്നോടൊരു നിയമരംഗത്തെ ഒരു പ്രൊഫസർ പറയുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ എന്താണ് അവരുടെ ടാലൻ്റ് എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട്. ഞാനൊരിക്കൽ ഈ കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ വസന്തവിഹാർ എന്നാണ് കൃഷ്ണമൂർത്തിയുടെ വീടുണ്ട് അടയാറ്, അവിടെ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവിടെ മെസ് ഹോളിൽ ഇരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ പാരൻ്റ്, വേറൊരു കുട്ടിയുടെ പാരൻ്റ് ചോദിക്കുന്നു ഈ കുട്ടിയോട്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതാണ്. അപ്പോൾ ഋഷി വാലിയിലോട്ടെയാണ്. അപ്പോൾ പറയുന്നു, ഞാൻ മാത്സിൽ 8ാം ക്ലാസ്സിലും, ഇംഗ്ലീഷിൽ 8ാം ക്ലാസ്സിലും മാത്സിൽ 3ാം ക്ലാസ്സിലും ആണ്, അങ്ങനെ എന്തോ ഒരു ഇത് പറയുന്നു. അപ്പോൾ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. മാത്സിൽ ഞാൻ ഐ എം ബാക്ക്. അപ്പോൾ അയാൾ ആ ക്ലാസ്സിൽ പോയിരിക്കും വേണ്ടി വന്നാൽ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒരു സ്കൂളിങ് കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്ക് എന്താ പറയുക, എൻജിനീയറിംഗ് ആണോ, അല്ലെങ്കിൽ മെഡിസിൻ ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷനാണോ, അതോ ഹ്യൂമാനിറ്റീസ് ആണോ, അതെല്ലാം, അല്ലെങ്കിൽ റൈറ്റർ ആവാനാണോ, അവർക്ക് സ്വയം ഏതാണ്ട് അവരെ മനസ്സിലാക്കി കൊടുത്തിരിക്കും എന്നുള്ള, ക്യാച്ച് ദം യങ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ എഡ്യൂക്കേഷൻ. അതുകൊണ്ട് സ്കൂളുകളിൽ മാത്രം ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഈ ടൈം എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതുകൊണ്ട് വൺ ഓഫ് ദി ഗ്രാമറിൽ മറ്റേതാണ്. ആ ചേഞ്ചിന് ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഹർട്ടിൻ്റെ കാര്യം ഡോക്ടർ ബാലസുന്ദറിനോട് പറഞ്ഞു, ഞാനിവിടെ ഒരു ഫ്ലവറിങ്ങും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇതിൽ പറയുന്നത്. കൃഷ്ണമൂർത്തി വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ ഇദ്ദേഹം ഇത്ര നന്നായിട്ട് കോളേജ് നടത്തുന്നു, സ്കൂൾ നടത്തുന്നു. അപ്പോൾ നടക്കാൻ പോയപ്പോൾ ഈ ഡോക്ടർ ബാലസുന്ദർ ബാക്കിൽ നടന്നു, ഒരുമിച്ചാണ് പോകുന്നു. ഇത്തിരി വിഷമമായി. അപ്പോൾ ഫ്രണ്ടിൽ നടന്നു. അപ്പോൾ കൃഷ്ണമൂർത്തി ഷൂസ് ഇടുമ്പോൾ ലോങ് വാക്ക്, അദ്ദേഹം ലോങ് വാക്സ് പോകും. അവിടെ ഋഷി വാലിയിലായാലും ട്രക്കിങ്, അടയാറ് വന്നാലും നടക്കാൻ മണിക്കൂറുകളോളം നടക്കാൻ പോകും. അപ്പോൾ ഡെയിലി ലോങ് വാക്സ് അദ്ദേഹത്തിൻ്റെ ഒരു നിത്യേനയുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ബാലസുന്ദർ നിൽക്കും, കൃഷ്ണമൂർത്തി ഷൂ ഇടുമ്പോൾ ബാലസുന്ദർ നിൽക്കും, കുറച്ചും കൂടെ മുമ്പോട്ട് പോയി. അപ്പോൾ നിന്നു, അങ്ങേ അറ്റം എത്തിയപ്പോൾ ഇത്തിരി നിന്നു. അപ്പോൾ തിരിച്ചിങ്ങനെ കൃഷ്ണമൂർത്തി വരുമ്പോൾ ബാലസുന്ദറിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ കൃഷ്ണമൂർത്തി പറയുകയാണ്, ഇഫ് യു ആർ ഹർട്ട് ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. അപ്പോൾ ആ ഹർട്ട് എന്നുള്ളത് ഓരോരുത്തരുടെ അവനവൻ്റെ. അപ്പോൾ
ഈ ഹർട്ട് എനിക്ക് തന്നെ ഈ ടൈമിനെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ഹർട്ട് നമ്മളിൽ വരുവാനായിട്ട് ഇട വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ടും റിസോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ, കൃഷ്ണമൂർത്തി പറയുന്നത് യു ഫീൽ യുവർ തോട്ട്സ്, നിങ്ങളെല്ലാം എല്ലാ ഇതുകളും തുറന്നിടണ്ട. നിങ്ങൾ ഈ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിൻഡോസ് തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഈ ഈ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ തുറന്നിടുന്ന പോലെ, അത് നിങ്ങൾ യു ഫോളോ യുവർ തോട്ട്സ് എന്ന് പറയുമ്പോൾ, ഒരു തോട്ട് നിങ്ങൾ മുഴുവനായിട്ടും ഫീൽ ചെയ്യൂ. നിങ്ങൾ ആ തോട്ടങ്ങ് റിസോൾവ് ചെയ്യൂ. ഒന്നും പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്ക് അപ്പം തന്നെ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് റിസോൾവ് ചെയ്തു, സോ ദാറ്റ് ഡ്രീംസിൽ നിങ്ങളെ അത് ഡിസ്റ്റർബ് ചെയ്യില്ല. ഒരു ജേണലായിട്ടോ എങ്ങനെയെങ്കിലും, അത് ജേണലിനൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ ഒരു ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ജേണലിങ്. എസ്പെഷ്യലി ഞങ്ങൾ ഈ ഇതിനൊക്കെ പോകുമ്പോൾ, ആനുവൽ ഗ്യാതറിങ്സ് അല്ലെങ്കിൽ റിട്രീറ്റ്സിനൊക്കെ പോകുമ്പോൾ, അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ജേണലിങ്, കാരണം ആ സമയത്താണ് ഇദ്ദേഹം മറ്റൊരു കൺസെപ്റ്റാണ് ഇദ്ദേഹം പറയുന്ന വിഷർ. അപ്പോൾ ഈ ഹർട്ട്, ഒരു വ്യക്തി നമ്മളെ ഹർട്ട് ചെയ്തതായിട്ട് അത് നമ്മൾ അവെയർ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഹർട്ട് വരുന്നത്. അപ്പോൾ ഹർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് ആ ഹർട്ട് വരുന്ന മുറയ്ക്ക് നമ്മളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഹർട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല ആ ടൈമിൽ തന്നെ. അപ്പോൾ ആ ഹർട്ട് അവിടെ സ്കാറൊന്നും വരുത്തുന്നില്ല. പക്ഷേ ഒരു തവണ സ്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെയും 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 അതിൻ്റെ പുറത്ത് വീണ്ടും 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 ഹർട്ടുകൾ വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ അവെയർ അല്ല, നമ്മൾ ഹർട്ട് വരുന്നത് അവെയർ ആവുന്നില്ല, നമ്മൾ നാച്ചുറൽ റിയാക്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. അപ്പം എന്താന്ന് വെച്ചാൽ, ഒരു വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നൊരു ഹർട്ട് സംഭവിക്കുമ്പോൾ നമുക്ക് അവെയർ ആവാൻ കഴിയാത്ത എന്താന്ന് വെച്ചാൽ, ഈ പണ്ട് സംഭവിച്ച ഹർട്ട് ഒരു നിമിഷം കൊണ്ട് അവിടെ വരുന്നു, നമ്മുടെ മനസ്സിലത് വരുന്നു. അപ്പോൾ നമ്മൾ അറിയുന്നില്ല, പക്ഷെ ആ മിനിറ്റിലത് വന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച് നമ്മൾ മറന്ന് മണ്ണടിഞ്ഞു പോയ ഒരു ഓർമ്മ, അത് മെമ്മറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിൽ കിടന്നിരുന്ന ഒരു സംഭവം ആ നിമിഷം നമ്മുടെ മനസ്സിലേക്ക് പാഞ്ഞെത്തുകയാണ്. അപ്പെത്തി എവിടെ നിന്നാണെന്നറിയില്ല, അവിടെ വന്ന് ഈ പഴയ സിനിമയിലെ NTR ഒക്കെ ഇങ്ങനെ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന പോലെ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അതാണ് ടൈം. ആ ടൈം ക്രോണോളജിക്കൽ ടൈം അല്ല, അതാണ് സൈക്കോളജിക്കൽ ടൈം. അതാ പഴയ ഹർട്ട് ആയിട്ട്. അപ്പം പിന്നെ നമ്മൾ ഡിഫെൻസീവ് മെക്കാനിസം ഒക്കെ അങ്ങ് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളങ്ങ് അലർട്ടായി. അതല്ല കൃഷ്ണമൂർത്തി പറയുന്ന അവെയർനെസ് എന്ന് പറയുന്നത്. അതൊരു റിയാക്ഷനാണ്, അല്ലാത്തതാണ് ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇത് വരുന്ന മുറയ്ക്ക് കാണുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ടൈം എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ നമ്മുടെ മനുഷ്യൻ്റെ എല്ലാം ബേസിക് മനസ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തോട്ട്സ് ആണ്. അപ്പം അവനവൻ തന്നെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ചിന്തകളുടെ ഒരു കൂട്ടമാണ് എന്നുള്ള രീതിയിലാണ് കരുതിയിരിക്കുന്നത്. ചിന്തിക്കുന്നവൻ ഉണ്ടാകുവാനുള്ള കാരണം എന്താണ്? വളരെ ഇപ്പോഴും എന്താ പറയുക, ചർച്ച ചെയ്യുന്നതും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും എനിക്ക് തോന്നുന്നു ഒരു ഇൻ്റലക്ച്വൽ ലെവലിൽ അണ്ടർസ്റ്റാൻഡിങ് കൃഷ്ണമൂർത്തി പറയും, ഇൻ്റലക്ച്വൽ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി വച്ചിട്ട് ഇൻ്റലക്ച്വലി അങ്ങനെ മനസ്സിലാക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഒരു ഉത്തരം പോലും കൃഷ്ണമൂർത്തി പലതിലും തരുന്നില്ല. എന്താന്ന് വെച്ചാൽ, ഒരു പക്ഷെ അദ്ദേഹത്തിന് തരാൻ പറ്റുമായിരിക്കാം പല ഇതുകളും, പക്ഷെ അദ്ദേഹം തരുന്നില്ല. കാരണം അദ്ദേഹം പറയണത്, യു വിൽ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദി ആൻസേഴ്സ് ആൻഡ് ദെൻ യു വിൽ റിഫ്യൂസ് ടു ക്വസ്റ്റ്യൻ ആൻഡ് ആസ്ക് യുവേഴ്സെൽഫ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളോട് ചോദിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഏറ്റവും തന്നെ വേണ്ടത്. അപ്പോൾ അതുപോലെ ഏറ്റവും സീരിയസ് ആയിട്ട് അദ്ദേഹം കണ്ട ഒരു സമസ്യയാണ് ഈ തിങ്കർ ആൻഡ് തോട്ട് എന്നുള്ള ഒരു ഇത്. കാരണം
അത് അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊക്കെ അത് ഒരു ഇപ്പോഴും ഒരു സമസ്യയായിട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ അതും നേരത്തെ പറഞ്ഞതിനോട് ആശയങ്ങളോട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നതാണ്. അപ്പോൾ തിങ്കർ എന്ന് പറഞ്ഞത് തോട്ടിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നതാണ് കൃഷ്ണമൂർത്തി പാർലൻസിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നുണ്ടാവുന്നത് എഴുത്തിൽ നിന്നാണ്. എഴുത്തുണ്ടായാൽ മാത്രമേ ഒരു എഴുത്തുകാരൻ ഉണ്ടാകുന്നുള്ളൂ. എഴുത്ത് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, ബാക്കിയെല്ലാം ഇമാജിനേഷനാണ്. ഞാൻ എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് എഴുതാനുള്ള ടാലൻ്റ് ഉണ്ട്. ബട്ട് അൺലെസ് നിങ്ങളുടെ പേന പേപ്പറിൽ മുട്ടി ആ പ്രോഡക്റ്റ് വന്നാൽ മാത്രമേ നിങ്ങൾ എഴുത്തുകാരനാകുന്നുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിനുള്ള ഓർഡർ എന്താ, അതിനുള്ള ഇന്ധനം എന്താ? നിങ്ങളുടെ കണ്ടീഷനിങ് ആണ്, നിങ്ങളുടെ പാസ്റ്റാണ്. അതാണ് ഡാറ്റ. വേറൊരു ഡാറ്റയും നിങ്ങൾക്കില്ല. ആ ഡാറ്റ തരുന്നത് തോട്ടാണ്. അതിൽ നിന്നാണ്, ആ തോട്ടിൽ നിന്നാണ് തിങ്കർ ഉണ്ടാവുന്നത്. അല്ലാതെ തിങ്കറിന് ഒരു എക്സിസ്റ്റൻസും ഇല്ല. ആ ഒരു 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 ആശയമാണ് കൃഷ്ണമൂർത്തി തിങ്കർ ആൻഡ് ദ തോട്ട്, സിയർ ആൻഡ് ദ സീൻ, പെർസെപ്ഷൻ ആൻഡ് ദ പെർസീവർ ആൻഡ് ദി പെർസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് വയ്ക്കുന്ന ഒരേ ഒരു കൺസെപ്റ്റ് ഇത് തന്നെയാണ്. ഈ കണ്ടീഷനിങ് ആണ് നമ്മളുടെ ഒരു 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 ബാഗ് നമ്മുടെ ഡാറ്റ എന്ന് പറഞ്ഞ തോട്ട്സാണ്. ആ തോട്ട്സ് തന്നെയാണ് തിങ്കറെ ക്രിയേറ്റ് ചെയ്യുന്നത്. കൃഷ്ണമൂർത്തിജിയുടെ സ്വാഭാവികത എന്താണ്? അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാമറിലുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് തന്നെയാണ്. അത് വാട്ട് ഈസ് എന്നാണ് പറയുന്നത്. അതെ, അതിൻ്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം സ്വാഭാവികത. അപ്പോൾ വാട്ട് ഈസ് എന്ന് പറയുന്നത് ഉള്ളത് ഇപ്പോൾ. അതുമൊക്കെ ഒരു കാരണം വാട്ട് ഈസ് കൃഷ്ണമൂർത്തി പറയുന്നത് നമ്മൾക്ക് വാട്ട് ഈസിൽ നിൽക്കാൻ കഴിയുന്നില്ല പലപ്പോഴും. നമുക്ക് എപ്പോഴും വാട്ട് ഈസിനെ നമ്മൾ കാണുന്നത് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസിൽ നിന്നാണ്. ഈ നമുക്ക് നമ്മുടെ വാട്ട് ഈസ് എന്താണെന്ന് പലപ്പോഴും നമുക്ക് റിവീൽ ചെയ്യപ്പെടുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പ്, കൃഷ്ണമൂർത്തിയുടെ എല്ലാ ഇതും, കൃഷ്ണമൂർത്തി മിറർ എന്ന് പറഞ്ഞല്ലോ. ആ മിറർ എന്ന് പറഞ്ഞത് കൃഷ്ണമൂർത്തി പറയുന്നത് ഒറ്റ ഇതാണ്. അതായത് ഒറ്റ പുസ്തകമേ ഉള്ളൂ ലോകത്ത്. ആ പുസ്തകം നിങ്ങളാണ്. നിങ്ങളാകുന്ന റിലേഷൻഷിപ്പിലൂടെ മാത്രമാണ് നിങ്ങൾ വെളിപ്പെടുന്നത്. നിങ്ങൾക്ക് തന്നെ ആ സെൽഫ് നോളജൊക്കെ സംഭവിക്കുന്നത് റിലേഷൻഷിപ്പിലാണ്. നമുക്ക് നമ്മളെ അറിയാൻ കഴിയുന്നത്. എനിക്ക് പുറമേ നിന്നൊരു ഒരു 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 ചലഞ്ച് വരുന്നു. ആ ചലഞ്ച് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും വളരെ സന്തോഷാവസ്ഥയിൽ നമ്മൾ നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കുന്നില്ല. നമുക്ക് ആ സമയത്ത് നമ്മൾ അറിയുന്നില്ല. പക്ഷേ നമുക്കൊരു ചലഞ്ച് വരികയാണ്, നമുക്കൊരു ജീവിത പ്രതിസന്ധി വരികയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് വളരെ വളരെ ആഴത്തിലുള്ള ഒരു ചലഞ്ച് വരുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളുടെ വാട്ട് ഈസ് റിവീൽ ചെയ്യപ്പെടും. അത് ഞാനും എൻ്റെ സമ്പത്തുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യരും ആയിട്ടുള്ള റിലേഷൻ, സമൂഹമായിട്ടുള്ള റിലേഷൻ, വേൾഡ് മൊത്തത്തിലുള്ള റിലേഷൻഷിപ്പ്, കമ്മ്യൂണിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ കാണേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ചുറ്റുമുള്ളവർ, എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ, ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ്, എൻ്റെ കൊളീഗ്സ്, എൻ്റെ ജൂനിയേഴ്സ്, എൻ്റെ സ്റ്റാഫ്, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, അങ്ങനെയുള്ളവരുമായിട്ടുള്ള അതാണ് എൻ്റെ സമൂഹം. ആ സമൂഹവുമായിട്ട് എൻ്റെ റിലേഷൻഷിപ്പ് എന്താണ്? അവരുടെ ഒരു ബുദ്ധിമുട്ട് കേൾക്കാൻ എനിക്ക് മനസ്സുണ്ടോ? കൃഷ്ണമൂർത്തി ചോദിക്കുന്നുണ്ട്. കൃഷ്ണമൂർത്തിയോട് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു, ക്യാൻ യു ലവ് ഓൾ ഹ്യൂമൻസ് ആൻഡ് നോ ഗോഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് പറയണത് ഈ നോയിങ് ഗോഡ് ഓൺ ഗോഡ് എന്ന് അദ്ദേഹത്തിൻ്റെ തീം ബുക്കുണ്ട്. അപ്പം ആ ഓൺ ഗോഡിലാണ് തിങ്കർ ആൻഡ് തോട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, പെർസീവർ ആൻഡ് പെർസെപ്ഷനൊക്കെ. അപ്പോൾ അതിൽ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങളുടെ സഹജീവിയുടെ ഒരു ദുരവസ്ഥ നിങ്ങൾക്ക് കേൾക്കാനോ കാണാനോ
കഴിയുന്നുണ്ടോ എന്നുള്ളത് സ്വയം ചോദിക്കൂ. റാദർ ദാൻ ഗോയിങ് ബിഹൈൻഡ് എന്താ പറയുക, അൺനോൺ എന്നാണ് അദ്ദേഹം പറയുന്നത്. റിയാലിറ്റി, അൺനോൺ, ഗോഡ് എന്നൊക്കെ പല പല കാലഘട്ടത്തിൽ അദ്ദേഹം പല വാക്കുകളാണ് ഉപയോഗിച്ചത്. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മറ്റേ ഗോഡ് എന്ന് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം അത് ഈ ടുവേർഡ്സ് എൻഡ് ഓഫ് ലൈഫ് അത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതൽ റിയാലിറ്റി, കൂടുതൽ അൺനോൺ എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മളുടെ മൂവ്മെൻ്റ് എപ്പോഴും ഒരു നോൺ ടു നോൺ ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ഈ അൺനോണിനെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന ആ നിമിഷം അത് അൺനോൺ അല്ലാതെ, നിങ്ങൾ അൺനോണിനെ കുറിച്ച് ഓർത്താൽ പോലും അത് നോണായി മാറി. നിങ്ങളുടെ നോൺ എന്നുള്ള ഇതിലേക്ക് നിങ്ങൾ അത് വരുത്തി. അപ്പോൾ നിങ്ങളുടെ വാട്ട് ഈസ് റിവീൽ ചെയ്യപ്പെടാനുള്ള സാധ്യത നിങ്ങളുടെ ബന്ധങ്ങളിലാണ്. ബന്ധങ്ങളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്പത്തുമായിട്ടുള്ള ബന്ധം, നിങ്ങളുടെ കരിയറുമായിട്ടുള്ള ബന്ധം, നിങ്ങളുടെ ഫാമിലിയുമായിട്ടുള്ള ബന്ധം, ഇതിലെല്ലാത്തിലും ആണ് നിങ്ങളെ റിവീൽ ചെയ്യും. അവിടെ വരുന്ന ഓരോ പ്രതിസന്ധികളിലാണ് നിങ്ങൾ ഏറ്റവും കലുഷിതമാകുന്നതും, നിങ്ങളുടെ മനസ്സ് ഏറ്റവും കലുഷിതമാകുന്നതും റിവീൽ ചെയ്യപ്പെടുന്നതും. അപ്പോൾ ആ അവസ്ഥയിൽ നിൽക്കുക എന്നുള്ളതാണ് വാട്ട് ഈസ് എന്ന് പറയുന്നത്. അതിന് ഉള്ള പ്രതിസന്ധികളെ കൃഷ്ണമൂർത്തി എല്ലാ എൻക്വയറിയും കാണിച്ചേക്കുന്നത് അതിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങളുടെ വാട്ട് ഈസ് നിൽക്കുക എന്നുള്ള എല്ലാവരും പറയും ഞാനിപ്പോൾ ഈ നിമിഷത്തിൽ നിൽക്കാൻ തയ്യാറാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ യഥാർത്ഥ പ്രതിസന്ധി വന്ന് നമ്മളെ ഉറ്റുനോക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. അതിൽ നിൽക്കുന്നില്ല. അതിൽ നിൽക്കാതെ നിങ്ങൾ എന്ത് ആക്ട് ചെയ്താലും നിങ്ങളുടെ കണ്ടൻറ് ഓഫ് കോൺഷ്യസിൻ്റെ ഭാഗമാണത്. അപ്പോൾ അത് നിങ്ങൾ ഈ കണ്ടൻറ് ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമായിട്ടുള്ളതായതുകൊണ്ട് നിങ്ങൾ എന്ത് എഫർട്ട് എടുത്താലും ഈ വാട്ട് ഈസിൽ നിന്ന്, ഈ റിയാലിറ്റിയിൽ നിന്ന് നിങ്ങൾ എസ്കേപ്പ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? വാട്ട് ഈസിൽ നിന്ന് നിങ്ങൾ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഗോഡ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത്. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ്, നിങ്ങളുടെ ആ അവസ്ഥ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു മനുഷ്യനെ എപ്പോഴും ദേഷ്യം കൊണ്ടിരിക്കാൻ പറ്റൂ? ഇല്ല. പക്ഷേ ആ ദേഷ്യത്തിനൊരു എബ്ബുണ്ട്, ഒരു ഫ്ലോ, ഇങ്ങനെയാണല്ലോ ക്രസൻറ്റ് ഇത്. ആ സമയത്ത് നിങ്ങൾ അതുമായി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എസ്കേപ്പ് ചെയ്യാനുള്ള ടെൻഡൻസികൾ കുറയും. ആ വാട്ട് ഈസിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ഇത് വരാനും നിങ്ങൾ പിന്നെ ഈ ഹർട്ടൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഹർട്ട് വരാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ലാതാക്കി കളയുകയാണ്. അപ്പം അതാണ് അദ്ദേഹം വാട്ട് ഈസ്. പക്ഷെ നമ്മുടെ മനുഷ്യരുടെ എന്താ, നമുക്ക് കേൾക്കുമ്പോൾ കൺസെപ്റ്റ് സുഖം, പക്ഷെ നമ്മൾ ഓൾവേസ് ഓൾ ദ ടൈം വാട്ട് ഷുഡ് ബി, നമുക്ക് ആവണം, നമുക്ക് ആയിത്തീരണം, നമുക്ക് എന്തെങ്കിലും ആകണം. അപ്പോൾ ഈ യാത്രയിലൂടെയാണ് നമ്മൾ പലപ്പോഴും അപ്പോൾ വാട്ട് ഷുഡ് ബി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ടൈം വന്നു, നേരത്തെ കൺസെപ്റ്റ് ഓഫ് ടൈം വന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ഇപ്പം ഞാൻ ഇതല്ല, എനിക്കതാകണം. അപ്പോൾ വരുമ്പോൾ മറ്റ് ഫാക്ടേഴ്സ് അതിൻ്റെ ഉള്ളിലേക്ക് വരും, പ്രഷേഴ്സ് വരും. അപ്പോൾ വാട്ട് ഈസ് അല്ലാതായി മാറും. വാട്ട് ഷുഡ് ബി, ബിക്കമിങ് വരും. മറ്റത് ബീയിങ്, മറ്റത് ബിക്കമിങ്. അത് കൃഷ്ണമൂർത്തിയുടെ ഈ ബീയിങ്ങും ബിക്കമിങ്ങും തമ്മിലുള്ള ഒരു ആ ഡിസ്റ്റിങ്റ്റീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃഷ്ണമൂർത്തി ലിറ്ററേച്ചർ. എന്താണ് ദുഃഖം? ഈ കൃഷ്ണമൂർത്തിയുടെ എൻക്വയറി അതിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറയേണ്ട ഒരു കാര്യം, കൃഷ്ണമൂർത്തിയുടെ സന്തത സഹചാരിയായിരുന്ന മാർക്ക് ലീ എന്ന് പറഞ്ഞ അമേരിക്കൻ ആയിട്ടുള്ള അവിടെ ടീച്ചർ, അദ്ദേഹം എഴുതിയ കൃഷ്ണമൂർത്തീസ് പ്രോസസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതൊരു മിസ്റ്റിക് പ്രോസസ്സ് പോലെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ അദ്ദേഹത്തിനുണ്ടായ പ്രോസസ്സിനെയും കുറിച്ച് പറയുന്നു. പക്ഷേ അതിൽ ആ കണ്ടീഷനിങ്ങിനെ കുറിച്ച് പറയുന്നു. ആ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ കൃഷ്ണമൂർത്തി ആ പ്രോസസ്സിൻ്റെ എവല്യൂഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് മനുഷ്യൻ ആ സോറോവിലൂടെ കടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ആ എവല്യൂഷൻ, കാരണം എക്സ്പീരിയൻസിലൂടെ
ആണ്. കാരണം ആ ഫിനോമിനൻ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ആ സോറോ എന്ന ഒരു ഇതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം മറ്റുള്ള കൺസെപ്റ്റുകളെല്ലാം കൊണ്ടുവരുന്നത്. സോറോനുള്ള ഒരു മനുഷ്യനുള്ള സോറോ അവസാനിക്കുമോ? അത് അവസാനിക്കാതിരിക്കാൻ എന്താണ് കാരണം? മനുഷ്യൻ്റെ കണ്ടീഷനിങ് ആണോ എന്ന ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ് അദ്ദേഹം. കാരണം അദ്ദേഹം പറയുന്ന ഞാൻ ഈ പറഞ്ഞ കൃഷ്ണമൂർത്തിയുടെ ആശയങ്ങളെല്ലാം സോറോൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതും. അദ്ദേഹം ചുരുക്കം പറയുന്നത് വേൾഡിൽ എല്ലാവരുടെയും സോറോ ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമുക്കത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് നമ്മൾ ഇറാൻകാരൻ്റെ ആണെങ്കിലും അമേരിക്കക്കാരൻ്റെ ആണെങ്കിലും ഇസ്രായേലിൻ്റെ ആണെങ്കിലും ഇന്ത്യക്കാരൻ്റെ ആയാലും ദുഃഖം ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ കൈൻഡിൽ വ്യത്യാസങ്ങളില്ല. ഹ്യൂമാനിറ്റി മനുഷ്യനും തമ്മിൽ ആ അർത്ഥത്തിൽ, കാരണം എല്ലാവരുടെയും സോറോ ഒന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും ഒരു യൂണിഫൈയിങ് ഫാക്ടറായിട്ട് അദ്ദേഹം പറയും. അതിൽ വ്യത്യാസമില്ല. പണമുള്ളവനും ഇല്ലാത്തവനും, സ്വദേശിയാണെങ്കിലും വിദേശിയാണെങ്കിലും. കൃഷ്ണമൂർത്തി ലിറ്ററേച്ചറിലെല്ലാം സോറോയിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടീച്ചിങ്സ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു വികാരം എന്ന് പറയുന്ന ഭയം തന്നെയാണ്. ആ ഭയമാണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കാതിരിക്കുന്നതും എല്ലാത്തിൻ്റെയും കാരണം. അപ്പം ആ ഭയത്തെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും? ഓൺ ഫിയർ എന്ന് പറഞ്ഞ് തന്നെ കൃഷ്ണമൂർത്തിയുടെ ഒരു തീം ബുക്കുണ്ട്. ഫിയർ ഈ സോറോയുടെ മറ്റൊരു ഫേസറ്റായിട്ട് തന്നെ കൃഷ്ണമൂർത്തി ഡീൽ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് ഫിയർ എന്ന് പറയുന്നത്. അദ്ദേഹം അതിൽ ആ പ്രാക്ടിക്കൽ ആസ്പെക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാരണം സ്കൂൾസിൽ എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ, അതായത് ഏറ്റവും ചെറുപ്രായത്തിൽ കുട്ടികൾ വളർന്നു വരുന്ന പ്രായത്തിൽ, ഏറ്റവും എന്താ പറയുക ഇംപ്രഷനിസ്റ്റിക് ആയിട്ടുള്ള പ്രായത്തിൽ അവരുടെ മനസ്സിൽ കാര്യങ്ങൾ അവർ ഗ്രസിച്ച് സ്വാംശീകരിച്ച് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ ഫ്ലവറിങ്, അങ്ങനെ വന്നാൽ ഫ്ലവറിങ് നടക്കണം, എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? അത് അദ്ദേഹം പറയുന്നത് ഫിയർ എന്ന ഒരു ഫാക്ടർ, നമ്മൾ ഈ കോസ് ഇഫക്റ്റ് പോലെ നമ്മൾ പെയിൻ ആൻഡ് പണിഷ്മെൻറ്റ്, നമ്മുടെ സ്കൂൾസുകളിലൊക്കെ ഒരു പരിധി വരെ ഇപ്പോൾ കുറേ മാറ്റം ഉണ്ടെങ്കിലും നമ്മളെ പെയിൻ ആൻഡ് പണിഷ്മെൻറ്റ്, റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് എന്നാണ് പറയുന്നത്. റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്, നന്നായി പഠിച്ചാൽ റിവാർഡ് കൊടുക്കും, മോശമായാൽ യു വിൽ ബി പണിഷ്ഡ്, ആ കോൺസിക്വൻസ് ഉണ്ട്. അപ്പോൾ ആ ഫിയർ വെച്ചാണ് അദ്ദേഹം നമ്മൾ ആ കുട്ടികളെ നേർവഴിക്ക് നടത്തും. അത് അവരുടെ മനസ്സിൽ വളരെ ഒരു 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 ഈ പറഞ്ഞ ഹർട്ട് പോലത്തെ ഒരു കമ്പാരിസൺ വരും, അവിടെ കോമ്പറ്റീഷൻ വരും. അപ്പോൾ ഇതെല്ലാം കുട്ടികളുടെ മനസ്സിൽ അഗാധമായ മുറിവുകൾ, ഉണങ്ങാത്ത മുറിവുകൾ. അതാണ് പിന്നീട് ടൈം പറഞ്ഞ പോലെ പിന്നീട് അവർ വലുതാവുമ്പോഴൊക്കെ തിരിച്ചു വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കൺസെപ്റ്റാണ് ലിഷർ എന്ന് പറയുന്നത്. ആ ലിഷർ നമ്മളുടെ സ്കൂളുകളിൽ നമുക്ക് ഫിയർ എന്ന് അതിന് പകരം ലിഷർ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിത്യജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു പന്ഥാവിൽ നമുക്ക് പലപ്പോഴും ജീവിതത്തിൻ്റെ ആഴമേറിയ ചോദ്യങ്ങളെ, സമസ്യകളെ കുറിച്ച് ചിന്തിക്കുവാനോ അതിനെക്കുറിച്ച് കണ്ടംപ്ലേറ്റ് ചെയ്യാനോ ഒന്നുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാകണമെന്നില്ല. അത് നിത്യജീവിതം തരുന്ന പ്രഹരങ്ങൾ, കൃഷ്ണമൂർത്തിയുടെ ഈ സോറോ എന്നൊക്കെ പറയുന്നത് നിത്യജീവിതം തരുന്ന പ്രഹരങ്ങളിൽ ഓരോ നിമിഷവും തുറന്നു കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. ഇതിനെ കാണാനും
കൃഷ്ണമൂർത്തിയുടെ പ്രാക്ടിക്കലായിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം അത് അപ്ലിക്കബിൾ ആണ് എന്ന് മനസ്സിലാക്കാവാനുമുള്ള നിത്യേന നമ്മൾ തന്നെ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് എസ്കേപ്പിസം അവലംബിച്ചുകൊണ്ട് ഈ വാട്ടീസിൽ നിന്ന് അകന്നു പോയിക്കൊണ്ട് ഇതെല്ലാം കാണുക എന്നുള്ളതാണ് കൃഷ്ണമൂർത്തിയുടെ ചോയ്സ്ലെസ് അവെയർനെസ്. വേറെ ഒന്നും ചെയ്യേണ്ട. എഫർട്ടിന് യാതൊരു തരത്തിലുള്ള ഒരു ഒരു സ്ഥാനവും കൃഷ്ണമൂർത്തി നൽകുന്നില്ല. മാത്രമല്ല എഫർട്ട് എവിടെ വന്നു അവിടെ സെൻറ്റർ വരുന്നു, ഐ വരുന്നു, മീ വരുന്നു. എഫർട്ടെല്ലാം മീയുടെ സാക്ഷാത്കാരമാണ്. അതോടുകൂടി എല്ലാം അവിടെ ഫ്രസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നു. തിങ്കർ വരുമ്പോൾ അങ്ങനൊരു ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നു. ആ ജീവിതത്തെ കാണാനുള്ള വാട്ടീസിൽ നിൽക്കാനുള്ള ഒരു 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 അവസരം നമ്മൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് ലിഷർ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളുടെ ഡെയിലി ലിവിങ്ങിൽ നിന്നും മാറി ഇടയ്ക്ക് പോയി റിട്രീറ്റ് എടുക്കുവാൻ അദ്ദേഹം പലപ്പോഴും നിർദ്ദേശിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു രീതിയിൽ അപ്പോൾ കൃഷ്ണമൂർത്തി ഗ്യാതറിങ്സിലൊക്കെ ഇൻഡിവിജ്വൽ ഗ്യാതറിങ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ എവിടെയെങ്കിലും സെൻറ്ററിൽ പോയി, സെൻറ്റർ എന്നാണ് പറയുന്നത്, കൃഷ്ണമൂർത്തി സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ പോയി നമുക്ക് റൂമിൽ വായനയിലും എഴുത്തിലും ഒക്കെ വ്യാപൃതരായിട്ടിരിക്കാം. അല്ലെങ്കിൽ അവിടെ ഇതുപോലെ ഒരു വലിയ ഹാള്, ഇതുപോലത്തെ ഹാൾസിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും, ഒരു തീമുണ്ടാവും. അപ്പോൾ ആ തീമുകളിൽ കൂടെ വരുന്ന ഒരു കൺസെപ്റ്റുകൾ. അപ്പോൾ ആ ലിഷറിലൂടെ നമ്മൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ വരും. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫിയർ ഇല്ലാതെ രീതിയിൽ കുട്ടികളെ കൊണ്ടുവരും. ഇപ്പം നമ്മൾ വലുതായാൽ പോലും എനിക്ക് ഫിയറുണ്ട്. പണ്ടെൻ്റെ അധ്യാപകരായിരുന്നു ഫിയർ. പിന്നീട് മറ്റേ ഒരു സമയത്ത് സീനിയേഴ്സിനെ ഫിയറായിരുന്നു. ഇപ്പം എനിക്ക് ചുറ്റുമുള്ളവരെയും ജഡ്ജിമാരെയും എനിക്ക് ഫിയർ ചെയ്യേണ്ടി വരുന്നു. അപ്പം ഇതെല്ലാം നിത്യജീവിതത്തിൽ അപ്പം എന്നാണ് ഈ ഫിയർ എൻഡ് ചെയ്യാൻ പോണേ? എൻ്റെ ഇതിൽ യാതൊരു മെത്തേഡും കൃഷ്ണമൂർത്തി അതിന് തരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗി. പക്ഷേ ഇതൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിലെ ഇൻസെക്യൂരിറ്റീസ്. എന്താണ് ഈ ഫിയർ വരാനുള്ള കാരണങ്ങൾ? എന്തുകൊണ്ടാണ് ഞാൻ എന്തിന് ഒരു കൊളീഗിനെയോ എൻ്റെ ഓപ്പോസിറ്റ് കൗൺസിലിനെയോ ഭയപ്പെടണം? ഇതെല്ലാം നമ്മളോട് ചോദിക്കാനുള്ള ഒരു അവസരമാണ്. ഇപ്പം ഞാൻ അറ്റാക്ക് ചെയ്യപ്പെട്ട ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അറ്റാക്ക് ഫിസിക്കൽ അറ്റാക്കല്ല, ഞാൻ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ വെൽ റിസർച്ച്ഡ് ആയിട്ട് ഒരു കാര്യം പോയി വലിയ പ്രതീക്ഷയോടുകൂടി എന്ന് പറഞ്ഞാൽ ബേണിംഗ് ദ മിഡ് നൈറ്റ് ഓയിൽ പഠിച്ച് ഒരുമാതിരിയൊക്കെ ഇതൊക്കെ ഒതുക്കി അതിൻ്റെ ഒരു പ്രസൻ്റൊക്കെ ചെയ്യാൻ റെഡിയായി പോകുമ്പോൾ അത് കേൾക്കില്ലെന്ന് മാത്രമല്ല വളരെ അത് നമ്മളെ ഏതോ കുറച്ചൊരു കോൺസ്പയർ ചെയ്ത പോലെ പല സ്ഥലത്തുനിന്നും ഒരേപോലെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന അവസരങ്ങളൊക്കെ വരുമ്പോൾ ജീവിത പ്രതിസന്ധികളിൽ അവിടെയാണ് ഫിയറിനെ ഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. അവിടെ അതിനെ ഫേസ് ചെയ്ത്, പക്ഷെ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ഫിയറിനെ അവിടെ ഫേസ് ചെയ്ത് ഒന്നും ചെയ്യണ്ട, അതുമായി നിൽക്കുക. നിങ്ങളുടെ വാട്ടീസ് അപ്പം എന്താണോ അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വാട്ടീസ് എന്താണെന്നുള്ളത്. പക്ഷെ ആ വാട്ടീസിൽ നിൽക്കാനായിട്ട് നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു ഉൾക്കാമ്പുള്ള ഒരു സമസ്യയായിട്ട് ഇപ്പോഴും തോന്നുന്നത്. പക്ഷെ അതാണ് ആ ഒരു പോയിൻ്റർ. അതിൻ്റെ കൂടെ തന്നെ എസ്കേപ്പുകളില്ലാതെ നിൽക്കും. ജിത്തു കൃഷ്ണമൂർത്തിജിയുടെ
ഏത് ടീച്ചിങ്സ് എടുത്ത് നോക്കിയാലും അതിൽ നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിക്കുക എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് അദ്ദേഹം എപ്പോഴും കൊണ്ടെത്തിക്കുന്നത്. അപ്പം എന്താണ് നിരീക്ഷകൻ, അല്ലെങ്കിൽ എന്താണ് നിരീക്ഷിക്കുക എന്ന് പറയുന്നത്? അപ്പം ഈ നിരീക്ഷിക്കുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ നിരീക്ഷകനും വിറ്റ്നസറും ഒന്നാണോ? കൃഷ്ണമൂർത്തിയുടെ ഏറ്റവും തിങ്കർ ആൻഡ് തോട്ട് പോലെ തന്നെ ഇപ്പോഴും ഇൻ്റലക്ച്വലായി മാത്രം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അദ്ദേഹം ട്രഡീഷണൽ സെൻസിലല്ല നിരീക്ഷണത്തിനെ കുറിച്ച് പറയുന്നത്. ഒബ്സർവർ ഈസ് ദി ഒബ്സർവ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിൽ ഈ കോൺഫ്ലിക്റ്റ് വരുന്നത്, ഒബ്സർവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷനിങ് ആണ്, നമ്മുടെ പാസ്റ്റാണ്, നമ്മളുടെ ബാഗേജാണ്. ഈ ബാഗേജ് പേറിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബാഗേജ് പേറേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ ആ ബാഗേജ് പലർക്കും ആ ബാഗേജ് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വാസ്തവം നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ചുറ്റും നമ്മളിൽ തന്നെയും അത് കാണാം. ഈ ബാഗേജ് ഇല്ലാതെ ജീവിതമില്ല എന്നുള്ള മട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഈ ബാഗേജ് എന്ന് പറയുന്നത് കണ്ടീഷനിങ് ആണ്, പാസ്റ്റാണ്. അതിലുള്ള ഡാറ്റ, അതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസുകളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒബ്സർവർ പെട്ടെന്നൊരു പുറത്തുനിന്നൊരു ചലഞ്ച് വരുമ്പോൾ ഒബ്സർവർ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ മൈൻഡാണ്, പാസ്റ്റാണ്. ആ ഒബ്സർവർ കയറി വരുന്നു. അപ്പോൾ നേരത്തെ ഹർട്ട് പറഞ്ഞ പോലെ എന്നെ ഹർട്ട് ചെയ്തൊരാൾ എൻ്റെ മനസ്സിലൊരു സ്കാർ അവസാനിപ്പിച്ച് കടന്നു പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മറ്റൊരു ഹർട്ട് സമാനമായി തോന്നുകയും ഈ ഹർട്ട് അതിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ആ വരവിനെ ടൈം എന്ന് പറഞ്ഞു, അത് ഒബ്സർവറാണത്. എൻ്റെ ഹർട്ട് എന്ന് പാസ്റ്റ് ഹർട്ട് ഒബ്സർവറാണ്. ആ പാസ്റ്റ് കടന്നു വരികയാണ് അവിടെ. അപ്പോൾ എന്ത് വരുന്നു? ആ ഒബ്സർവറിലൂടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒബ്സർവർ എന്ത് ചെയ്യുന്നു? ഒബ്സർവർ ഒരു ഡിവിഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും, ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ അതിനെ കാണുക വഴി അവിടെ ഒരു മാറി നിന്ന് നിരീക്ഷിക്കലല്ല, വാട്ട് ഈസ്, അതിൽ തന്നെ നിൽക്കുന്നുകൊണ്ട് ആ ഒബ്സർവറുടെ കടന്നുകയറ്റം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഒബ്സർവേഷൻ അവിടെ സംഭവിക്കും. അപ്പോൾ ഒബ്സർവറും തന്നെ ഒബ്സർവ്ഡ്, അപ്പോൾ അവിടെ ഒരു ഒബ്സർവേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിരീക്ഷണം എന്ന് പറയുന്ന അവിടെ അത് നിരീക്ഷകൻ ഇല്ലാതായി തീരുന്നൊരവസ്ഥയിലാണ് കൃഷ്ണമൂർത്തി ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എക്സ്പീരിയൻസർ ഈസ് ദി എക്സ്പീരിയൻസ്ഡ് എന്ന് പറയുമ്പോൾ അതിന് രണ്ടല്ല. എക്സ്പീരിയൻസുകൾ തേടിപ്പോയാൽ നമ്മളുടെ പാസ്റ്റ്, നമ്മുടെ നോളജ് നമ്മളെ പല സ്ഥലത്തും എത്തിക്കും. പക്ഷേ എക്സ്പീരിയൻസർ, എന്നാൽ എക്സ്പീരിയൻസിൽ നിന്നേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഫിനോമിനൻ ഓഫ് എക്സ്പീരിയൻസ് അദ്ദേഹം നിഷേധിക്കുന്നില്ല. പക്ഷേ ആ വിഭജനമില്ലാതെ അതുമായി നിൽക്കുക. ആങ്കർ ഞാനാണ്, ഐ ആം ദി ആങ്കർ, ഐ ആം എൻവി, ഐ ആം ജലസി. എൻ്റെ ജലസ് എന്നുള്ളത്, ഐ ആം ടെൻസ്ഡ്, ഐ ആം ആങ്ഷ്യസ്. എൻ്റെ ആങ്സൈറ്റിയെ കാണുക, അതിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക, അതുമായി നിൽക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. അതായി നിൽക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാത്ത ഫാക്ടേഴ്സിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ആങ്കറുമായി നിന്നാൽ ആങ്കർ വരും, ആങ്കർ പോകും. പക്ഷേ ആങ്കറിനെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ നിന്നാൽ ആങ്കർ അടിയായി മാറും, കുത്തായി മാറും. അതേസമയം ആങ്കറിനെ നിങ്ങൾ കണ്ടം ചെയ്താലോ, ആങ്കർ വരാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞാലോ അത് മറ്റൊരു സ്കാറായി ഉള്ളിക്കിടക്കും. അടുത്തവന് ഇത്തവണ അടിയെ കൊടുക്കാൻ ഉദ്ദേശിച്ച് അടുത്ത തവണ കത്തി കയറും. കാരണം ഇത് പാസ്റ്റായിട്ട് വരും. അപ്പോൾ കണ്ടംനേഷനും അല്ല, ജസ്റ്റിഫിക്കേഷനും അല്ല. നൈദർ കണ്ടമിങ് നോർ ജസ്റ്റിഫൈങ്.
ബീയിങ് വിത്ത് വാട്ട് ഈസ്. ഇത് നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മൾ പറയുമ്പോൾ വിറ്റ്നസ്സിങ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ആ ഒരു അത്ര ലിറ്ററേച്ചർ എനിക്ക് അത്ര പരിചയമില്ല, പക്ഷെ നമ്മളൊരു തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ കൃഷ്ണമൂർത്തി അതൊരു ഡിവിഷനായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരാൾ മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ അവിടെ ഒരു ഡിവിഷന് സാധ്യതയാണ്. മറ്റൊരാൾ അപ്പോൾ ആരാണ് കാണുന്നത് എന്ന് കൃഷ്ണമൂർത്തി ഒരു ചോദ്യം ചോദിക്കും. കാണുന്നത് ആരാണ്? കാണുന്നത് സെൻറ്ററാണോ? കാണുന്നത് തോട്ടാണോ? തിങ്കറാണോ? അങ്ങനെ മാറി നിന്ന് ഞാൻ എൻ്റെ ആങ്കറിനെ നിരീക്ഷിക്കുന്ന ഞാൻ, അതാണോ? ഞാൻ ആങ്കർ ആവുകയാണോ? ഈ ഒരു സട്ടിൽ ഡിസ്റ്റിങ്ഷനാണ്. അതും എനിക്ക് ഇൻ്റലക്ച്വൽ ലെവലിൽ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ഞാൻ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്നത്. കാരണം ഇത് വലിയൊരു സമസ്ത തന്നെയാണ്. പക്ഷേ കൃഷ്ണമൂർത്തി ലിറ്ററേച്ചറിലും കൃഷ്ണമൂർത്തി ടീച്ചിങ്സിലും ആ ഒരു സ്വയം മാറി നിന്ന് നോക്കുന്നത് ആരാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നത്. നേരത്തെ അങ്ങ് ചോയ്സ്ലെസ് അവയർനെസ് എന്ന ഒരു വാക്ക് പറഞ്ഞായിരുന്നു, അതിനെ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാമോ? അവയർനെസ് തന്നെയാണ്. അതുകൊണ്ട് ചോയ്സ്ലെസ് അവയർനെസ് എന്ന് കൃഷ്ണമൂർത്തി പറയുന്നത് യാതൊരു എഫർട്ടും ഇല്ലാതെ നമ്മൾ നമ്മളുടെ മോട്ടീവ്സ്, നമ്മളുടെ ആ കോൺഫ്ലിക്റ്റുകൾ സെൻറ്റർ വരുത്തുന്ന എല്ലാ എഫർട്ടും സെൻറ്ററിനെ ക്രിയേറ്റ് ചെയ്യുന്നു. സെൻറ്റർ എഫർട്ടിൻ്റെ സൃഷ്ടിയാണ്. മീ, ഐ, സെൽഫ് എന്ന് പറഞ്ഞാൽ കൃഷ്ണമൂർത്തിയുടെ എൻക്വയറിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ എന്ത് ആക്ട് ചെയ്താലും അത് കണ്ടൻറ് ഓഫ് കോൺഷ്യസിൻ്റെ ഭാഗമായിട്ട് അത് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക്, അത് നിങ്ങളുടെ കണ്ടൻറ് ഓഫ് കോൺഷ്യസിലേക്ക് നിങ്ങളുടെ എഫർട്ടുകളെല്ലാം വന്ന് ചേരുകയാണ്, കൂടുതൽ അക്യുമുലേഷനായിട്ട്. ഈ കൃഷ്ണമൂർത്തി ചോദിക്കുന്ന ഒരു ചോദ്യം, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഹർട്ട് പോലത്തെ, ഇത് അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇതിനൊരു അവസാനമുണ്ടോ? ക്യാൻ വി പുട്ട് എൻ എൻഡ് ടു ഇറ്റ്? രണ്ടാമത്തത്, നമ്മൾ പാസ്റ്റ് ഇങ്ങനെ സ്വീകരിച്ച് വെച്ചിട്ടുണ്ടല്ലോ ബാഗേജ്, അത് കഴുകി കളയാനായിട്ട് ഒരു സാധ്യതയുണ്ടോ? ഇത് രണ്ടുമാണ് കൃഷ്ണമൂർത്തിയുടെ ഒരു ഇത്. അപ്പോൾ ഈ അവയർനെസ് ആണോ അങ്ങനത്തെ ഒരു അവയർനെസ് ഓഫ് എന്ത്? അവയർനെസ് ഓഫ് നമ്മളുടെ തടസ്സങ്ങൾ, നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ, ഈ പന്താവിൽ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ, ഈ നമ്മുടെ ഈ നോൺ ടു നോൺ എന്ന് പറഞ്ഞ അതേ പാതയിലേക്ക്. കാരണം നമ്മൾ പലപ്പോഴും ഒരു പാത ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു മോട്ടീവ് ഉണ്ടാവും. അതാണ് എനിക്ക് തോന്നുന്ന വാക്ക്. ആ മോട്ടീവ് ഇല്ലാത്ത ഒരു എൻക്വയറി. അപ്പോൾ ഈ സെൽഫ് നോളജിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് എല്ലാം ഇത് പറയുന്നത്. അപ്പോൾ കൃഷ്ണമൂർത്തി പറയുന്നത് ആ മോട്ടീവ് ഇല്ലാത്ത സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും വലിയ സെൽഫ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം ചെയ്യുക എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിനൊരു മോട്ടീവ് ഉണ്ടാവരുത്. അപ്പോൾ എൻ്റെ മോട്ടീവ്സ് എന്തൊക്കെയാണ്? അപ്പോൾ അത് എന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുക. എന്തുകൊണ്ടാണ് എൻ്റെ വർക്ക് എനിക്ക് സന്തോഷം തരാത്തത്? എനിക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യണം, പ്രഷറുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജോലിയിൽ സന്തുഷ്ടരല്ലാത്തത്? അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മോട്ടീവുണ്ട്. അത് ആ ഒരു അവയർനെസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം അവയർനെസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ മുകളിൽ നിന്ന് വന്നിങ്ങനെ ഉണ്ടാവുന്ന ഒരു കാര്യമായിട്ടല്ല കൃഷ്ണമൂർത്തി പറയുന്നത്. പക്ഷേ ഈ ഒരു ഇതിൽ നിന്ന്, അപ്പോൾ എനിക്ക് എൻ്റെ വാട്ടീസിൽ നിന്ന് തുടങ്ങാൻ പറ്റുമോ? അതേസമയം ചോയ്സ്ലെസ് എന്ന് പറയുന്നത് വെച്ചാൽ എഫർട്ട്, ഒന്നിനും ഒരു എഫർട്ടാണ്. സയൻറ്റിഫിക് നോളജിനും ടെക്നോളജിക്കൽ നോളജിനും എഫർട്ട് ആവശ്യമാണ്. എനിക്കൊരു പുസ്തകം എഴുതണം, എനിക്കൊരു എക്സ്പെർട്ടൈസ് ഒരു ടോപ്പിക്കിൽ വരണം, തീർച്ചയായിട്ടും ഞാനതിനെക്കുറിച്ച് എക്സ്പെർട്ടൈസ് ഉണ്ടാക്കാൻ വേണ്ടി ടെക്നോളജിക്കൽ നോളജ് എന്ന് പറയുന്ന നോളജ്, അത് ടെക്നോളജിക്കൽ ലീഗലാണെങ്കിലും എല്ലാം ആ ഒരു സയൻറ്റിഫിക് നോളജിന് വേണ്ടി ഐ ഹാവ് ടു ടേക്ക് എഫർട്ട്.
പക്ഷേ ഇത് 2 പാതകളാണ്. അപ്പോൾ മറ്റേ ഇതെന്ന് പറയുമ്പോൾ ആ ഒരു എഫർട്ടിന് ഒരു സ്ഥാനം കൃഷ്ണമൂർത്തി കൊടുക്കുന്നില്ല. അവിടെയാണ് ഒരു ചോയ്സ്ലെസ് അവെയർനെസ് എന്നുള്ള കൺസെപ്റ്റ്. ഈ നമ്മളെ തന്നെ എങ്ങനെയൊക്കെയാണ് ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഹോൾനെസ് നഷ്ടമാകുന്നത്, ഫ്രാഗ്മെൻറ്റഡ് ആകുന്നത്. ഇപ്പം ഞങ്ങളുടെ ലീഗൽ പാർലൻസിലൊക്കെ പറയും ജസ്റ്റിസ് ഷുഡ് നോട്ട് ബി ഫ്രാഗ്മെൻറ്റഡ് ആയിരിക്കരുത്, ഹോളായിരിക്കണം. ആ ഹോൾനെസ്സിൽ നിന്ന് നമ്മളെ തന്നെ തടയുന്ന ചില എഫർട്ടുകൾ, അതില്ലാതെ നമ്മൾ ആ സെൽഫ് നോളജിൻ്റെ പാതയിൽ മോട്ടീവില്ലാതെ സഞ്ചരിക്കുന്നതിനാണ് അദ്ദേഹം ചോയ്സ്ലെസ് അവെയർനെസ് എന്ന് പറഞ്ഞതെന്ന് ഇൻ്റലക്ച്വലായിട്ട് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കാരണം അത് ചെറിയൊരു എക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. കൂടുതൽ എന്നോട് തന്നെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് വാട്ട് ഈസ് ചോയ്സ്ലെസ് അവെയർനെസ്. സൈലൻസ് എന്താണ്? സൈലൻസ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ്സിൽ ആബ്സെൻസ് ഓഫ് നോയ്സ് അല്ല, വളരെ ശാന്തമായി ഏതെങ്കിലും ഹിൽ സ്റ്റേഷനിൽ പോയി ഇരിക്കുന്നതല്ല. കാരണം അവിടെയൊക്കെ ചാറ്റർ ചെയ്യാനായിട്ട് മനസ്സുണ്ട്, ചാറ്ററിങ് മൈൻഡുണ്ട്. അപ്പോൾ ടീച്ചിങ്സിൽ പറയുന്നത് എപ്പോൾ സെൻറ്റർ വരുന്നു അപ്പോൾ സൈലൻസ് നഷ്ടപ്പെടുന്നു. അത് നിങ്ങൾ വളരെ സ്റ്റിൽനെസ്സായിട്ടോ ഒക്കെ ഇരിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ആ സെൻറ്ററിൻ്റെ ഞാൻ എന്നുള്ള ആ സൃഷ്ടിയുടെ ഒരു ബൈ പ്രോഡക്റ്റാണ് നോയ്സ്, സൈലൻസ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അവിടെ സൈലൻസ് നഷ്ടപ്പെടുന്നു. അവിടെ സൈലൻസ്, യഥാർത്ഥ സൈലൻസ് ഉണ്ടാകണമെങ്കിൽ ആ സെൻറ്ററിൻ്റെ ആക്ടിവിറ്റി നിൽക്കണം. അതല്ലാതെ നിങ്ങൾക്ക് സൈലൻസിനെ ഉണ്ടാക്കാൻ സാധിക്കില്ല. ആ പ്രവൃത്തികൾ എങ്ങനെയാണ് സെൻറ്റർ ആക്ട് ചെയ്യുന്നതെന്ന് വളരെ 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 സട്ടിലായിട്ടുള്ള അതിൻ്റെ ആ കടന്നുവരവ് എല്ലാം നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സൈലൻസിലേക്ക് നമ്മൾ ഒരു നെഗറ്റീവ് സെൻസിലാണ് അവിടെ സൈലൻസിനെ അദ്ദേഹം സമീപിക്കുന്നത്. ആ സെൻറ്ററിൻ്റെ ആക്ടിവിറ്റിയാണ് സൈലൻസിനെ നശിപ്പിക്കുന്നത്. സെൻറ്റർ വന്നോ പിന്നെ സൈലൻസ്, അത്രേ അദ്ദേഹം പറയുന്നുള്ളൂ. പിന്നെ റെസ്റ്റ് ഈസ് ഫോർ അസ് ടു എക്സ്പെരിമെൻറ്റ്. നേരത്തെ ഒരു ഡിവിഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിവിഷൻസ്. അപ്പോൾ ആ ഡിവിഷൻസ് അല്ലെങ്കിൽ ഭിന്നത സൃഷ്ടിക്കുന്നത് ഞാനാണോ, ആ ഭിന്നത ഇല്ലാതാക്കുന്നതും ഞാൻ തന്നെയാണോ? നേരത്തെ ആ നിരീക്ഷണത്തിൻ്റെ ഇത് പറഞ്ഞതുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ ഈ ചോദ്യം. അവിടെയെല്ലാം ഈ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ടീഷനിങ് ആണ്. ആ കണ്ടീഷനിങ് നമ്മുടെ പാസ്റ്റ്, നമ്മുടെ ഡാറ്റ തന്നെയാണ്, നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടീഷനിങ് തന്നെയാണ്. നമ്മളെന്താണ് കണ്ടീഷൻ ആയിട്ടുള്ള നമ്മുടെ മക്കളിലേക്കും ഒക്കെ കണ്ടീഷനിങ് പകർന്നു നൽകുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ആ ഒരു കണ്ടീഷനിങ്ങിന് നിലനിൽപ്പ്, കണ്ടിന്യൂറ്റി വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരു മോഡിഫൈഡ് കണ്ടിന്യൂറ്റിയാണ് സംഭവിക്കുന്നത്. അതായത് ഒരു ട്രാൻസ്ഫോംഡ് മാൻ അല്ല ഉണ്ടാകുന്നത്. നമ്മൾ ഇത്തിരി കൂടി സൊഫിസ്റ്റിക്കേറ്റഡായി, കുറച്ചും കൂടെ പുറമെ ശാന്തതയൊക്കെ കാണിക്കുന്ന ആൾക്കാരായി എന്നുള്ള രീതിയിൽ വരുന്നുള്ളൂ. പക്ഷേ ഇൻറ്റേർണലി വി ആർ ഡിവൈഡഡ് ബൈ ദി ആക്ഷൻ ഓഫ് ദി സെൻറ്റർ, ദി മീ. ആ സെൻറ്ററാണ് ഈ എല്ലാ ആക്ടിവിറ്റിയുടെയും പ്രഭവ കേന്ദ്രം. അതിൻ്റെ ആക്ടിവിറ്റിയാണ്
ഈ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, എപ്പോഴും കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ആങ്കർ വരുമ്പോൾ നേരത്തെ പറഞ്ഞില്ല, ആങ്കർ വന്നു പോകും, പക്ഷേ ആങ്കർ ഇറ്റ് വിൽ ആക്ട് അപ്പോൺ ദാറ്റ്. ആങ്കറായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല, ദേഷ്യമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല, ജസ്റ്റിഫൈ ചെയ്യും അല്ലെങ്കിൽ കണ്ടം ചെയ്യും. ഇത് രണ്ടു വന്നാലും കോൺഫ്ലിക്റ്റുകൾ വരും. അപ്പോഴാണ് ഡിവിഷൻ വരുന്നത്. ആ ഡിവിഷൻ അതിൽ നിന്ന്, അപ്പോൾ ആ ഡിവിഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അത് സെൻറ്ററിൻ്റെ ആക്ടിവിറ്റി ആണ് എന്ന്, ഞാൻ ആ ഹർട്ട് ചെയ്യപ്പെടുന്നത് എൻ്റെ സെൻറ്ററിൻ്റെ ആക്ടിവിറ്റിയാണ്, ഞാൻ ഹർട്ടാവുന്നത്, ഹർട്ടിനാണ് എന്നെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആ മുറയ്ക്ക് അവിടെ പിന്നെ ആങ്കർ ഞാനാണ്, ജലസി ഞാനാണ്, ഫിയർ ഞാനാകുന്നു, ഇൻസെക്യൂർ ആയ ആൾ ഞാൻ തന്നെയാണ് ഇൻസെക്യൂർ. അത് തന്നെ കൃഷ്ണമൂർത്തി പറയുന്നത്, ഈ ഇൻസെക്യൂരിറ്റി നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി കിട്ടുന്ന വരെ ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ടെന്യൂറുള്ള ജോലി കിട്ടുക, പിന്നെ ശമ്പള വർധനവ്, പെൻഷൻ എന്ന് നിങ്ങൾ സെക്യൂർ ആവും. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് ഈ ഇൻസെക്യൂരിറ്റിയുടെ കാരണം? നിങ്ങളുടെ ജോലിയൊന്നുമല്ല, പിന്നെ മക്കൾക്ക് ജോലി കിട്ടണമെന്നായിരിക്കും നിങ്ങളുടെ അടുത്ത ഇൻസെക്യൂരിറ്റി. ഇപ്പോൾ യുദ്ധമൊക്കെ വരിക, എങ്ങനെയാണ് മക്കൾക്ക് ജോലി കിട്ടാണ്ട്? അതൊരു സർക്കാർ ജോലി തന്നെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ത്രോ യുവർ സെൽഫ് ഇൻ ടു ദി റിവേഴ്സ് ഓഫ് ലൈഫ് എന്നാണ്. അപ്പോൾ നമ്മൾ ആ ജീവിതമാകുന്ന പുഴയിലേക്ക് തന്നെ നിങ്ങൾ സ്വയം എറിയൂ. ആ ജീവിതമാകുന്ന പുഴയിൽ നീന്തി തുടിക്കൂ. പിന്നെ ഡിവിഷൻസ് ഇല്ല, അവിടെ ഡിവിഷൻസിന് സ്കോപ്പില്ല. പക്ഷെ അത് നിങ്ങളുടെ നിങ്ങൾ ഇതിൻ്റെ വ്യർത്ഥത മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ജീവിതത്തിൻ്റെ റിവറിലേക്ക് സ്വയം വലിച്ചെറിയുന്നതും എസ്കേപ്പ് ചെയ്തുകൊണ്ട് മാറി നിന്നുകൊണ്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ശ്രമിക്കുന്നതും വളരെ വ്യത്യസ്തമാണ്, ഒന്നാണെന്ന് തോന്നാമെങ്കിലും രണ്ടാമത് പറഞ്ഞ കാര്യം ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരാൾക്ക് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനേ കഴിയുള്ളൂ, ഡിവിഷനെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതേസമയം അതുമായി നിൽക്കുന്ന ആ ആക്ഷൻ, അതാണ് റൈറ്റ് ആക്ഷൻ. ആ ലേണിങ്ങിലൂടെ തന്നെ സംഭവിക്കുന്ന ആക്ഷനിൽ ഡിവിഷൻ ഇല്ലാതാകും. നമ്മുടെ ഡിവിഷൻസ് എല്ലാം സംഭവിക്കുന്നത് നമ്മളുടെ ഒരു ഭയമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മനസ്സിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻസ് വരുമ്പോഴാണ്. എന്നാൽ ഒരാൾ ലവബിളായിട്ടിരിക്കുമ്പോൾ അവിടെ ഡിവിഷൻസ് സംഭവിക്കുന്നുണ്ടോ? ഈ കൃഷ്ണമൂർത്തിയുടെ പ്രഭാഷണങ്ങളിൽ തുടങ്ങുന്നത് എന്തെങ്കിലും പുറമേ നിന്നുള്ള എന്തെങ്കിലും വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംഭാഷണങ്ങൾ തുടങ്ങുന്നത്. വെതറായിരിക്കാം, അവിടുത്തെ എന്തെങ്കിലും ഒരു കാര്യം പറയും. പിന്നെ അദ്ദേഹം അതിലെ വിവിധ ഫേസറ്റ്സിലേക്ക് കിടന്ന് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയും. എങ്ങനെയാണ് നമ്മൾ അദ്ദേഹം പറയുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഒരേപോലെ ഒരേ തലത്തിൽ, അതായത് കമ്മ്യൂണിയൻ സംഭവിക്കണമെങ്കിൽ അറ്റ് ദി സെയിം ലെവൽ ടുഗദർ ആയിട്ടിരുന്ന് ഒരേപോലെ ഇരുന്നു കൊണ്ട് ഉള്ള ഒരു ഷെയറിംഗ് ആണ്. എന്ന് വെച്ചാൽ ഈ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് തന്നെ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഏറ്റവും ആഗ്രഹിച്ച് പറയുന്ന കാര്യങ്ങൾ ആർ വി ടുഗദർ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതായത് എല്ലാവരെയും കൂടെ അങ്ങനെ വിവിധ ആസ്പെക്റ്റിലൂടെ ചർച്ച ചെയ്ത് ഇങ്ങനെ പോയി. പിന്നെ അങ്ങനെ ഫിയറിനെ കുറിച്ച്, ഇൻസെക്യൂരിറ്റിയെ കുറിച്ച് സംസാരിക്കും, ആ തീമിലേക്ക് വരും. എന്നിട്ട് ഈ അധികവും എല്ലാം അവസാനിക്കുന്നത് ലവ് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ്. എന്നിട്ട് ലവ് അദ്ദേഹം ഡിവിഷൻ ഇല്ലാത്ത ഒരു ആക്ടിവിറ്റി ആയിട്ടാണ്. ലവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗോഡ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ചിലത് റിയാലിറ്റി എന്ന് ഉപയോഗിക്കും. എല്ലാം ലവ് എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം ലവ് എന്ന് പറയുന്നത് ഈ ടീച്ചിങ്സ് ഈസ് ആൻ ആക്ട് ഓഫ് ലവ്, അങ്ങനെ നമുക്കതിനെ കാണാം. അപ്പോൾ സെൽഫ്ലെസ് ആയി ചെയ്യുന്ന ഒരു ഇതിൽ അവിടെ ഡിവിഷൻസ് ഇല്ല. അപ്പോൾ
ഈ ഡിവിഷനുള്ള ഒരു സ്ഥലത്ത് ലവ് സാധ്യമാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ ലവ് സംഭാവ്യം, ദെൻ ദർ ഈസ് ലവ് എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഓരോ സംഭാഷണങ്ങളും നമുക്കൊരു മെഡിറ്റേഷനായിട്ട് എടുക്കാം. ഇങ്ങനെ പറഞ്ഞു ആ കോർ തീമിലേക്ക് പോയി. ആദ്യം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ആണ് അദ്ദേഹം അധികവും പറയുന്നത്. നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഇപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക എന്നുള്ള ഒരവസരമാണ് നിങ്ങൾക്ക്. അങ്ങനെ നോക്കിയാലേ കാര്യമുള്ളൂ. അല്ലാതെ ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നാളെ ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻ്റ് അല്ല. ദയവ് ഇതങ്ങനെ കൊണ്ടുപോകാതിരിക്കുക. ഡോണ്ട് ക്രിയേറ്റ് എ പ്രോബ്ലം ഫോർ യുവർ സെൽഫ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു ലോകത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രോബ്ലം ഉണ്ട്, ഇവിടെ നിന്നൊരു പ്രോബ്ലം കൊണ്ട് ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോകണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ആ സീരിയസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പ്രഭാഷണങ്ങൾ ചോദിക്കും, ആർ വി ടുഗദർ? യെസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആർ യു വിത്ത് മീ പ്ലീസ് എന്നൊക്കെ പറയും അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം വന്ന് എത്തി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു തീം എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു സൊല്യൂഷനായിട്ട് അദ്ദേഹം പറയുന്നത് ഈ ലവ് ആണ്. അത് ഈ ചോയ്സ്ലെസ് ആയിട്ടുള്ള അവെയർനെസ് തന്നെയാണ് അദ്ദേഹം ലവ് ആയിട്ട്. ഡിവിഷൻ ഇല്ലാത്തത്, കോൺഫ്ലിക്റ്റ് ഇല്ലാത്തത്, കണ്ടീഷൻഡ് അല്ലാത്തത്. കണ്ടീഷൻഡ് ആയിക്കഴിഞ്ഞാൽ എല്ലാം മോഡിഫൈഡ് കണ്ടിന്യൂറ്റി, അപ്പോൾ അവിടെ ലവ് ഇല്ല. നിങ്ങൾ എന്ത് തന്നെയായിരുന്നോ ഒരു മോഡിഫൈഡ് ആയിട്ടൊരു ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഒക്കെ ആയ ഒരാളായിട്ടോ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നെങ്കിൽ അവിടെ ലവ് തന്നെ വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ലെക്ചർ ആക്ച്വലി നമ്മൾ കേട്ടിരുന്ന അദ്ദേഹം മറ്റ് ലെക്ചർ പോലെയല്ല. അദ്ദേഹം തുടങ്ങുന്നത് ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ലാസ്റ്റ് ലെക്ചർ എന്ന്. ഞാനത് വീഡിയോ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനം പറയുന്നു ഇറ്റ് എൻഡ്സ് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു വാട്ട് ക്യാൻ ബി ഡു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണമുള്ള അവസാനം താങ്ക് യു എന്നും പറഞ്ഞ് ഒറ്റ പോക്കാം. ഈ ലവിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും അവസാനിപ്പിക്കുന്നതായിരിക്കും. വാട്ട് ഐ മീൻസ് ഇറ്റ്, താങ്ക് യു എന്നും പറഞ്ഞ് മറ്റേ മൈക്കൂരി വെച്ച് പോകുന്ന ആളെ കാണുന്നു. പക്ഷേ ഇതിൽ പറയുന്നു വാട്ട് ക്യാൻ വി ഡു, വി വിൽ ഡു വൺ തിങ്, വി വിൽ ക്ലോസ് അവർ ഐസ് ആൻഡ് സിറ്റ് ഫോർ 5 minutes എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിക്കുന്നത്. അതൊക്കെ ഒരു ആക്ട് ഓഫ് ലവ് ആണ്, ഇൻഡിവിസിബിൾ ആണ്. അതായത് അതിൽ ഡിവിഷനില്ല. ടീച്ചിങ്സ് ആക്ട് ഓഫ് ലവ്, ടീച്ചിങ്സ് ആണ് ഞാൻ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആക്ട് ഓഫ് ലവ് എന്ന് പറയാൻ. കാരണം അത് അദ്ദേഹം യാതൊരു ഇതുമില്ലാതെ യാതൊരു ഹ്യൂമാനിറ്റിക്ക് കൊടുത്തിട്ടുള്ള ഒരു ആക്ട് ഓഫ് ലവ് ആൻഡ് കൈൻഡ്നെസ് ആണ്. എന്താണ് മനസ്സ്? കൃഷ്ണമൂർത്തി ചോദിക്കുന്ന ഓൺ ഗോഡ് എന്ന പുസ്തകത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൃഷ്ണമൂർത്തിയോട് ക്വസ്റ്റ്യനർ ചോദിക്കുകയാണ്, ഈസ് ദ മൈൻഡ് ഡിഫറെൻറ്റ് ഫ്രം ദ തിങ്കർ? അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായി പറയുന്നതും തിങ്കർ ആൻഡ് തോട്ട് തമ്മിലുള്ള ഒരു ഡിവിഷൻ പറഞ്ഞുകൊണ്ടാണ് ആ ചോദ്യം അദ്ദേഹം ഉത്തരം പറയുന്ന ആ ചോദ്യത്തിന്. അത് ആ തിങ്കർ വരുന്നത് തോട്ടിൽ നിന്നാണെന്നും തോട്ട് തന്നെയാണ് അദ്ദേഹം മൈൻഡ് എന്ന് പറയുന്നത്. മൈൻഡ് ഈസ് മാറ്റർ, തോട്ട് ഈസ് മാറ്റർ, മൈൻഡ് ഈസ് മാറ്റർ. അത് മനസ്സ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തോട്ട് എന്ന് പറയുന്നത് മനസ്സിനെയാണ്. ആ തോട്ടെന്ന് പറയുന്നത് ഫാക്ച്വലാണ്. അതിൽ നിന്നാണ് തിങ്കർ ഉത്ഭവിക്കുന്നത്. അപ്പോൾ ആ തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റിൽ നിന്നുള്ള ഡാറ്റാസാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും തിങ്കറാണ് പ്രഥമൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് തോട്ട് ഉദ്ഭവിക്കുന്നത് എന്ന് പറയുന്നത്. അതിനാണ് ആ ക്വസ്റ്റ്യൻ അദ്ദേഹം പറഞ്ഞത്, ഈസ് ദ മൈൻഡ് ഡിഫറെൻറ്റ് ഫ്രം ദ തിങ്കർ എന്ന് വെച്ചാൽ ഈസ് തോട്ട് ഡിഫറെൻറ്റ് ഫ്രം ദ തിങ്കർ. അപ്പോൾ മനസ്സ് തന്നെയാണ് അദ്ദേഹം തോട്ട് എന്ന് പറയുന്നത്. തോട്ട് എന്ന് പറയുമ്പോൾ ഫാക്ച്വലാണ്, നമ്മളുടെ കണ്ടീഷൻഡ് പാസ്റ്റാണ്. അതിൻ്റെ ഡാറ്റ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസുകളും നോളജുമാണ്. അല്ലാണ്ട് നമുക്ക് എന്ത് ഡാറ്റയാണ് ഉള്ളത്? അപ്പം അതിനെ കാണുക, അതിലാണ് വാട്ട് ഈസിൻ്റെ പ്രസക്തി വരുന്നത്. വാട്ട് ഈസിൽ നിൽക്കുക എന്നുള്ള ഇതിലൂടെ തിങ്കറിൻ്റെ ഒരു
പ്രഹരശേഷി അല്ലെങ്കിൽ തൃങ്കൽ ഉത്ഭവിക്കാനുള്ള ആ ഒരു സെൻറ്റർ ഉത്ഭവിക്കാനുള്ളൊരു സാധ്യത അതിൻ്റെ വ്യർത്ഥത മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഒരു പ്രോബബിൾ പോയിൻ്ററായിട്ട് കൃഷ്ണമൂർത്തി പറയും. നമ്മളെല്ലാവരും സ്വതന്ത്രരാവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് ഇപ്പം എന്തിനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് സ്വയം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാലഘട്ടവുമാണ്. യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ എന്ന് ചോദിക്കേണ്ട കാലഘട്ടം. യഥാർത്ഥത്തിൽ എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളതാണ് മഹാഗുരുക്കന്മാരെല്ലാവരും നമ്മളെ പഠിപ്പിക്കാനും മനസ്സിലാക്കിപ്പിക്കാനും ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ കണ്ടീഷൻഡ് ആയിട്ടുള്ള മൈൻഡ് അല്ല, അതിൽ നിന്നും പുറത്ത് കടക്കുമ്പോൾ ലഭിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ ജീവിച്ച് നമ്മളോടൊപ്പം ഇപ്പോഴും ജീവിക്കുന്ന ഗുരുക്കന്മാരെല്ലാവരും നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ജിതു കൃഷ്ണമൂർത്തിജിയുടെ ടീച്ചിങ്സ് തുടക്കത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നും, നമുക്ക് മനസ്സിലാക്കാൻ പാടായിട്ട് തോന്നും. കാരണം നമ്മൾ അവിടെ ഒരു കണ്ടീഷൻഡ് മൈൻഡ് അവിടെ കൊണ്ടുവന്നിട്ടാണ് ആ മൈൻഡ് വെച്ച് നമ്മൾ അദ്ദേഹം പറയുന്നതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് കയറില്ല. എന്നാൽ ആ വാക്കുകൾക്കിടയിലൂടെ വായിക്കാനുള്ള ഒരു മനോതലം നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചാൽ മാത്രമേ കൃഷ്ണമൂർത്തിജിയെ പോലുള്ള ആ തത്വചിന്തകന്മാർ അത്രയും ആഴത്തിൽ നമ്മളിലേക്ക് ആ അറിവിനെ പകർന്നു തരാൻ ശ്രമിക്കുന്ന ആ ഗുരുക്കന്മാരുടെ ആ വാക്കുകൾക്കിടയിലൂടെ നമുക്ക് ആ സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഹരികുമാർജി അഡ്വക്കേറ്റാണ്. നമുക്കറിയാം, ഭൗതിക ലോകത്തിൽ നിയമാവലികളിൽ കൂടിയാണ് നമ്മുടെ ഓരോ ജീവിതവും മുന്നോട്ട് പോകുന്നത്. ആ നിയമത്തെ മുഴുവൻ പഠിച്ച് അതിനെ അപ്ലൈ ചെയ്ത് സ്വന്തം പ്രൊഫഷനിൽ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത്യന്തം കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനിടയിലും ജിതു കൃഷ്ണമൂർത്തിജിയെ പോലുള്ളവരുടെ ആ തത്വശാസ്ത്രങ്ങളെ മനസ്സിലാക്കാനും സ്വന്തം ജീവിതത്തിൽ പകർത്താനും അത് സമൂഹത്തിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ ഇന്ന് ഈ സത്സംഗത്തിന് ലഭിച്ചത് നമ്മുടെ പുണ്യമായിട്ട് കരുതുകയാണ്. നമുക്ക് അദ്ദേഹത്തെ നന്ദി പറയുകയാണ്. അദ്ദേഹത്തിനുള്ള നന്ദി നമ്മൾ ഓരോരുത്തരും രേഖപ്പെടുത്തുകയാണ്. നമ്മൾ സാധകരോട് എനിക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളതെന്ന് പറയാം. ഈ എന്നെ ഈ ദൗത്യമേൽപ്പിച്ച നിങ്ങളോട് എനിക്ക് ഞാൻ നന്ദിയുള്ളവനാണ് അങ്ങേയറ്റം. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനൊരു കൃഷ്ണമൂർത്തിയുടെ ടീച്ചിങ്സിനെ കുറിച്ചൊരു ആധികാരികമായി, കാരണം കൃഷ്ണമൂർത്തി അല്ല ആധികാരികതയ്ക്ക് എതിരാണ്, അപ്പോൾ സംസാരിക്കാൻ ഉദ്യമിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ കൃഷ്ണമൂർത്തി തന്നെ പറഞ്ഞ, ഇപ്പോൾ ഈ സംസാരിച്ച പോലെ തന്നെ ഏറ്റവും I have only one mission, that is to man absolutely and unconditionally free എന്നാണ് അദ്ദേഹത്തിൻ്റെ ബിയോണ്ട് വയലൻസിലാണെന്ന് തോന്നുന്നു ആ ഒരു ധരണിയുള്ളത്. my only aim is to set man unconditionally free. അത് അദ്ദേഹം 1929 അദ്ദേഹം ഓർഡർ ഓഫ് ദി സ്റ്റാർ തിയോസഫിയുടെ പിരിച്ചുവിട്ട അദ്ദേഹത്തിന് വേണ്ടി വേൾഡ് ടീച്ചറാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ അവരോധിച്ച ഓർഡർ ഓഫ് സ്റ്റാർ അദ്ദേഹത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു ഓർഗനൈസേഷൻ അത് ഡിസ്മാൻഡിൽ ചെയ്യുന്നുണ്ട്. ദ ട്രൂത്ത് ഈസ് എ പാത്ത്ലെസ് ലാൻഡ് എന്ന പ്രഭാഷണത്തിലൂടെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ വിയോഗം വരെയുള്ള കാലഘട്ടം 60 വർഷക്കാലത്തോളം അദ്ദേഹം പ്രഭാഷണം ചെയ്തതൊക്കെ ഈ ഒരു ഐഡിയ തന്നെ പലതരത്തിൽ, അതെനിക്ക് പലപ്പോഴും തോന്നി എന്തിനാണ് ഈ പറയുന്നത് പറഞ്ഞത് തന്നെ അല്ലേ എന്ന്. പക്ഷെ അതല്ല, മനുഷ്യ മനസ്സിൻ്റെ പല തലങ്ങളിലൂടെ പല കാര്യങ്ങൾ പല ആംഗിളിലൂടെ പറയുമ്പോഴേ നമുക്കതിൻ്റെ ഒരു പിടി കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും കഴിഞ്ഞ 2010 മുതൽ 10ലാണ് ഞാൻ ഈ
ആ കൂട്ടായ്മ അതിന് മുമ്പും ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നതും തുടർന്ന് വരുന്നതും ഞങ്ങളുടെ ഈ വീക്കിലി അത് തിയോസഫിക്കൽ സൊസൈറ്റി പള്ളിമുക്കിലുള്ള ശങ്കര ലോഡ്ജിലാണ്. ബുധനാഴ്ച 5:30 മുതൽ 7 മണി വരെയാണ്. ഇപ്പോൾ കലൂർ വെള്ളിയാഴ്ച ബുധനാഴ്ച മറ്റേ മിഡിൽ ഓഫ് ദ വീക്ക് ആയതുകൊണ്ട് വെള്ളിയാഴ്ച കലൂർ പൊറ്റക്കഴി പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു സെൻറ്ററിൽ ഞങ്ങൾ 5:30 മുതൽ 7 വരെ ഒരു പുസ്തകം വായിക്കുകയും അവിടെയും അങ്ങനെ രണ്ട് സ്ഥലത്ത് ഒരാഴ്ചയിൽ ഇപ്പോൾ വായന നടക്കുന്നുണ്ട്. ആ വായനയിൽ എന്താണ് ഒരു വ്യത്യാസം? ഞാനതിന് മുമ്പും വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2010 ശേഷം ട്രാൻസ്ഫോർമേഷൻ ഒന്നും അല്ല. നേരത്തെ പറഞ്ഞ കൃഷ്ണമൂർത്തിയുടെ ഗ്രാമർ പിടികിട്ടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം എന്നൊക്കെ പറയുമ്പോൾ ആ ആഴ്ചയിലത്തെ എല്ലാ വർക്കും ഒക്കെ കഴിഞ്ഞ് അങ്ങ് ആകെ കലുഷിതമായിട്ടുള്ളൊരു മനസ്സുമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. പക്ഷേ ആ കൃഷ്ണമൂർത്തി പറയുന്നത് ആ ഒരു ചേഞ്ച്, വൈകിട്ട് ഞാൻ വീട്ടിൽ പോയാൽ വായിക്കാൻ പോകുന്നില്ല, അല്ല അവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ ഒരു സാധ്യതയുണ്ട്, ഒരു പരിവർത്തനത്തിനുള്ള, എങ്ങനെ ഉള്ളിലേക്ക് നോക്കുവാനും അത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ആ കൂട്ടായ്മയിലൂടെയാണ് അത് സാധിക്കുന്നത്. മറ്റത് ഞാൻ വായിച്ചു, എനിക്ക് മനസ്സിലായി, ഇത് മതി. മറ്റത് അങ്ങനെയല്ല. നമ്മൾ അതാണോ കൃഷ്ണമൂർത്തി പറഞ്ഞു, അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അപ്പം പോലും നമ്മുടെ ഈ ഹർട്ട് വരുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു അവസരം നമുക്ക് കിട്ടുകയാണ്. അപ്പോഴേ ഉള്ളൂ അവസരം. അങ്ങനെയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാവുന്നത്. പലപ്പോഴും അത് കഴിഞ്ഞ് വീട്ടിൽ പോയാലൊന്നും വായിക്കാറുമില്ല, വായിച്ചാൽ ചിലപ്പോൾ കിട്ടുവുമില്ല. ആ ഒരു ഇതുണ്ട്, ആ ഒരു കൂട്ടായ്മയുടെ ആ സഡൻ ആ ഇമ്മീഡിയറ്റ് മൂവ്മെൻറ്റിൻ്റെ അത് നൽകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ വായിക്കുന്ന ചില സമയത്ത് നമ്മൾ എഴുതുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആലോചിച്ച് എഴുതാനിരിക്കുന്നത് ഒരു കാര്യമായിരിക്കാം, പക്ഷേ ചിലപ്പോൾ നത്തിങ് ഹോൾഡ്സ് യു ബാക്ക്. അങ്ങനെ എഴുതുമ്പോൾ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞു, ഈ പീലീഷർ എന്ന് പറഞ്ഞ് നമ്മൾ വല്ല റിട്രീറ്റിനൊക്കെ പോകുമ്പോൾ അപ്പോൾ പലപ്പോഴും എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദർ ബി നത്തിങ് ടു ഹോൾഡ് യു ബാക്ക്. അപ്പോൾ ചിലപ്പോൾ ചെന്നെത്തുന്നത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും ആയിരിക്കില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ ചർച്ച തുടങ്ങുന്നത് തിങ്കർ ആൻഡ് തോട്ടായിരിക്കാം, അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ ആയിരിക്കാം. പക്ഷേ അത് പല തലങ്ങളിലൂടെ ചർച്ച ചെയ്ത് അവസാനം വരുമ്പോൾ ഒരു മെഡിറ്റേഷൻ എന്ന വണ്ണം അവസാനം വേറൊരു സ്ഥലത്ത് എത്തിപ്പെട്ട പ്രതീതിയാണ്. തന്മൂലമുണ്ടാകുന്നത് ആ ആഴ്ചയിലെ ഒരു സ്ട്രെസ്സുകളും ആ ഒരു ആഘാതങ്ങളും ഹർട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ കുറേ ഹർട്ടിൻ്റെ ഒരു കാഠിന്യം കുറയുകയും പിന്നീട് ഹർട്ടുകൾ സംഭവിക്കാനുള്ള സാധ്യത, കാരണം ഞാൻ പറഞ്ഞ പോലെ സ്കാർ പിന്നെയും വന്നാൽ അത് ഭയങ്കരമായിട്ട് അത് കിടക്കുകയും പിന്നെ ഈ സ്കാറുകളുടെ പ്രത്യേകത നമ്മുടെ ഇതിലൊക്കെ പറയും, നമ്മുടെ ബ്രെയിൻ ഇതിലൊക്കെ പറയും, ഈ സ്ട്രോക്ക് വരരുത്. കാരണം കുട്ടികൾക്ക് സ്ട്രോക്ക് വരരുത്, നമ്മൾ ഡൈസെപ്പാൻ കൊടുത്താലും സ്ട്രോക്ക് വരരുത്. സ്ട്രോക്ക് വന്നാൽ ഇറപ്പയറബിളാണ്, പിന്നെ അത് തിരിഞ്ഞു പോകില്ല. ഈ സ്കാർ വന്നാൽ ഇങ്ങനെ വടുക്കൾ വീണ് കഴിഞ്ഞാൽ അത് മേൾ വന്ന് അത് ഉറയ്ക്കും. പിന്നെ അവയർനെസ്സും ചോയ്സ്ലെസ്സിനൊന്നും സാധ്യമില്ല. അപ്പം അത് കുറേ കളക്ട് ചെയ്ത് നമ്മൾ അവെയർ അല്ലാത്ത സമയങ്ങളിൽ പലതും കയറി വരാനും നമ്മുടെ ആക്ഷൻസും ഒക്കെ കൊണ്ട് നമ്മൾ എസ്കേപ്പ് ചെയ്യാനും ജസ്റ്റിഫിക്കേഷനും കണ്ടംനേഷനും ഒക്കെ നടത്തിയിട്ടുണ്ടാവും. അതിൽ നിന്നെല്ലാം ഒരു മുക്തി ലഭിക്കാനും സഹായകമാണെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്. ഇതെല്ലാവരും അവനവനോട് ചോദിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞതുകൊണ്ട് അത് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവിടെ വരികയും ഈ എക്സ്പെരിമെൻറ്റിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളെന്തായാലും 2010 മുതൽ ഈ എക്സ്പെരിമെൻറ്റിൽ, കാരണം അത് നൽകുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അത് വളരെ ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും അതിലാദ്യം കുറേ വർഷമൊന്നും പലർക്കും എൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു. വക്കീൽ അല്ലെങ്കിൽ വക്കീൽ സാർ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിൽ അന്നൊക്കെ എനിക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ ഞാൻ എൻ്റെ കാറിലാണല്ലോ കഴിഞ്ഞോടെ പരിപാടിക്ക് പോയത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് അതിലൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി. കാരണം വെച്ചാൽ ഇപ്പോൾ ആ കൂട്ടായ്മയുടെ ഒരു സ്ട്രെങ്ത്ത് വന്നു കഴിയുമ്പോൾ അത് നൽകുന്ന ഒരു ഉൾക്കാഴ്ച തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറഞ്ഞു.